ഗൂഗിൾ സാർ, ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് സന്തോഷമുണ്ട്. ഗാലന്റ് ഐഎസിന്റെ അക്കാദമിക് കോർഡിനേറ്റർ ക്ലിയർഡ് UPSC എക്സാമിനേഷൻ ആൻഡ് സെക്യൂർഡ് ഓൾ ഇന്ത്യ റാങ്ക് 895. സോ കൺഗ്രാറ്റുലേഷൻസ്. നമ്മുടെ ഇന്നത്തെ ഒരു ടോക്ക് എന്ന് പറയുന്നത് ഒരുപാട് പേർക്ക് ഈ പ്രിലിംസ് കഴിഞ്ഞ് മെയിൻസിനെ എങ്ങനെ അപ്രോച്ച് ചെയ്യണം, അല്ലെങ്കിൽ മെയിൻസിന്റെ 9 പേപ്പേഴ്സ് എങ്ങനെ ഡീൽ ചെയ്യണം, ഭയങ്കര കൺസേൺ ആണ്. അപ്പം ഗൂഗിൾ സാറിന്റെ ഒരു സ്ട്രാറ്റജി എന്തായിരുന്നു? എങ്ങനെയാണ് മെയിൻസിനെ അപ്രോച്ച് ചെയ്തത്? ഒന്ന് ഷെയർ ചെയ്യാമോ? എൻ്റെ സ്ട്രാറ്റജി ശരിക്കും ഞാൻ പ്രിലിംസിന് വേണ്ടിയിട്ട് ഒരു 1.5 months മാത്രമാണ് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു പ്രിലിംസിന് മുന്നേ. ഇപ്പം അങ്ങനെ അല്ലാത്തവർക്കായാലും എൻ്റെ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട് ഈ പ്രിലിംസ് കഴിഞ്ഞിട്ട് മെയിൻസ് തുടങ്ങുന്നവരുണ്ട്. അപ്പോൾ അതിനകത്താണെങ്കിലും ഇപ്പം ഞാൻ പറയണ ഇപ്പം എൻ്റെ സ്ട്രാറ്റജി ഫോളോ ചെയ്യാനായിട്ട് പറ്റും. ബിക്കോസ് ഞാനൊരു ഡെയിലി ഒരു 3 to 4 ആൻസേഴ്സ് വെച്ച് എഴുതും. ബിക്കോസ് ഇപ്പോൾ ഒരു ആൻസർ എഴുതാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ അരമണിക്കൂറിൽ നമുക്ക് ടൈം മാനേജ് ചെയ്യാനായിട്ടുള്ളൊരു സംഭവം കിട്ടില്ല. ഇപ്പോൾ ഒരു 3 ആൻസേഴ്സ് അല്ലെങ്കിൽ 4 ആൻസേഴ്സ് എഴുതാൻ നേരത്തെ ടൈം മാനേജ്മെന്റ് ഇപ്പോൾ 7 അല്ലെങ്കിൽ 11 മിനിറ്റ്സിൽ എഴുതി തീർക്കാനുള്ളൊരു ടെൻഡൻസി നമുക്ക് വരും ഓരോ ക്വസ്റ്റ്യൻസിൽ. അപ്പോൾ ഓരോ ആഴ്ചയിൽ ഇപ്പോൾ പറഞ്ഞ പോലെ 5 ദിവസം ഇപ്പോൾ ഡെയിലി തിങ്കൾ മുതൽ വെള്ളി വരെ ഞാൻ ഡെയിലി 4 to 5 ആൻസേഴ്സ് എഴുതും. അത് കഴിഞ്ഞിട്ട് സാറ്റർഡേ സൺഡേ വീക്കിലി ഫുൾ ലെങ്ത് ടെസ്റ്റ് എഴുതും, പിന്നെ ഓപ്ഷണലും എഴുതും സൺഡേ. അങ്ങനെയായിരുന്നു ഞാൻ ഈ ഫുൾ സ്ട്രാറ്റജി ആൻസർ റൈറ്റിംഗിന്റെ സ്ട്രാറ്റജി ഫോളോ ചെയ്തത്. ഈ നോട്ട് മേക്കിങ്ങിന്റെ കാര്യം പറയുവാണെങ്കിൽ എനിക്ക് GS 1, 2, 3, 4 സെപ്പറേറ്റ് ബുക്ക് ഉണ്ടായിരുന്നു. സ്റ്റാറ്റ് എഴുതാനും കേസ് സ്റ്റഡി എഴുതാനും എക്സാമ്പിൾസ് എഴുതാനും. സോ ഇതൊക്കെ എഴുതി വെച്ചുകൊണ്ട് മാത്രം കാര്യമില്ല. നമ്മൾ ഈ പറഞ്ഞ പോലെ ആൻസർ റൈറ്റിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ അത് ഇംപ്ലിമെന്റ് ചെയ്യണമെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ എഴുതി വെച്ച് ഇംപ്ലിമെന്റ് ചെയ്യണമെങ്കിൽ എല്ലാ ദിവസവും ആൻസർ റൈറ്റിംഗ് എഴുതിയാൽ മാത്രമാണ് സംഭവിക്കുള്ളൂ. സോ ഇതായിരുന്നു എന്റെ സ്ട്രാറ്റജി. അതുപോലെ തന്നെ ഇപ്പൊ നമ്മുടെ ഗാലന്റ് ഐഎസ് അക്കാദമിന്റെ പുതിയ മെയിൻസ് പ്രോഗ്രാം, അപ്പൊ അത് ലീഡ് ചെയ്യുന്നത് ഗൂഗിൾ സാറാണ്. അതിന്റെ ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ സാറ് പ്രിപ്പയർ ചെയ്ത് തുടങ്ങുന്നു. എന്താണ് ഈ വർഷം മെയിൻസ് കൊടുക്കാൻ പോകുന്ന കുട്ടികളോട് മെയിൻസ് ആൻസർ റൈറ്റിംഗിൽ ശ്രദ്ധിക്കേണ്ടത്? ഐ മീൻ, അവർ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഫോക്കസ് ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ സാർ എന്തായിരിക്കും പറയുന്നത്? ഇപ്പൊ ഞാൻ പറഞ്ഞ ഇപ്പൊ എന്റെ സ്ട്രാറ്റജി എനിക്ക് പ്രിയപ്പെട്ടതാണ്. അപ്പൊ ഞാൻ പറയുകയാണെങ്കിൽ എല്ലാ ദിവസവും ആൻസർ എഴുതണം. അതിപ്പോൾ നമ്മൾ ഗാലന്റ് ഐഎസിൽ പ്രൊവൈഡ് ചെയ്യണമെങ്കിൽ എല്ലാ ദിവസവും 2 ആൻസർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. വീഡിയോ ഉൾപ്പെടെ നമ്മളത് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ വീക്കിലി ടെസ്റ്റ് എഴുതുക, ഇത് നമ്മൾ കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട്. സെക്ഷണൽ ടെസ്റ്റ് ആദ്യം എഴുതി കഴിഞ്ഞാൽ മാത്രമാണ് ഇപ്പോൾ ആദ്യം ഒരു ബിഗിനർക്ക് അത് കൃത്യമായിട്ട് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അതേപോലെ തന്നെ ഈ രണ്ട് ഫുൾ ലെങ്ത് ടെസ്റ്റ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതുകൊണ്ട് വെച്ച് തന്നെ നമുക്കൊരു കോംപ്രിഹെൻസീവ് ആയിട്ട് നമുക്ക് എക്സാമിനെ അപ്രോച്ച് ചെയ്യാനായിട്ട് പറ്റും. നസീർ സാർ, നമ്മുടെ കഴിഞ്ഞ വർഷങ്ങളൊക്കെ ആയിട്ട് പ്രിലിംസ് മെയിൻസിന്റെ ഒക്കെ എന്താ പറയുക, പ്രിലിംസ് പ്രോഗ്രാംസിന്റെ മെയിൻസ് പ്രോഗ്രാംസിന്റെ ഒക്കെ ഒരു അതിന്റെ മെയിൻ തലപ്പത്തുണ്ടായിരുന്ന ആളാണ് നസീർ സാർ. അപ്പോൾ ആക്ച്വലി എന്തായിരുന്നു സാറിന്റെ ഒരു എക്സ്പീരിയൻസ്? എന്തായിരുന്നു ഈ കുട്ടികളുടെ ഒരു ട്രാൻസിഷൻ ഫ്രം ദ സ്ക്രാച്ച് ടു ഒരു പ്രോ വേർഷനിലേക്കുള്ള അവരുടെ ചേഞ്ചിൽ സാറ് കണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? എന്നെ സംബന്ധിച്ച് ഭയങ്കര സാറ്റിസ്ഫൈങ് ആയിട്ടുള്ള ഒരു പീരീഡായിരുന്നു നമ്മൾ ഗാലന്റ് ഐഎസിൽ ഈ വർഷങ്ങളിൽ കണ്ടിട്ടുള്ളത്. ഇതിൻ്റെ സാറ്റിസ്ഫൈങ് എന്ന് ഞാൻ പറയുന്നതിൻ്റെ കാര്യം, നമ്മളിവിടെ കൊടുത്തിട്ടുള്ളത് വെറുതെ മോട്ടിവേഷൻ അല്ല കൊടുത്തിട്ടുള്ളത്, റിയൽ അസിസ്റ്റൻസ് ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പം നമ്മളെ സംബന്ധിച്ച് ഗാലന്റ് ഐഎസിൻ്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്, കുറച്ചും കൂടി നമ്മൾ വളരെ എന്താ പറയുക, വളരെ പേഴ്സണലായിട്ട് അവരുടെ പ്രോബ്ലംസ് മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ അവരെ ട്രീറ്റ് ചെയ്യുന്നത്. ഒരു കസ്റ്റമൈസ്ഡ് അപ്രോച്ചാണ് ഓരോ സ്റ്റുഡൻറ്റിനും. കാരണം ഓരോ സ്റ്റുഡൻറ്റും പഠിക്കാൻ വരുമ്പം അവരുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട്, അവരുടെ ഫിനാൻഷ്യൽ സിറ്റുവേഷൻ, പലർക്കും ചില റിലേഷൻഷിപ്സിലുള്ളവരുണ്ടായിരിക്കാം, കുറേ പേർക്ക് വീട്ടിൽ നിന്ന് കല്യാണത്തിന് നിർബന്ധിക്കുന്ന ആൾക്കാരുണ്ടായിരിക്കാം. അപ്പോൾ ഇവരുടെ എല്ലാം പ്രശ്നങ്ങൾ പലതാണ്. എല്ലാവർക്കും കോമൺ ആയിട്ട് പല സ്ഥലങ്ങളിലും ഒരു കോമൺ വൺ സൈസ് ഫിറ്റ് ഫോർ ഓൾ എന്നുള്ള സൊല്യൂഷൻ കൊടുക്കുന്ന സമയത്ത് അവർക്കത് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല. നമ്മൾ എത്ര കൊടുത്തിട്ടും നമ്മൾ ആദ്യത്തെ കാലങ്ങളിലൊക്കെ നമ്മൾ നോക്കുമ്പോൾ കോമൺലി കൊടുക്കുന്ന ഒരു ഇൻസ്ട്രക്ഷൻ വെച്ചിട്ട് കുറച്ച് പേർക്ക് മാത്രം മാർക്കുണ്ട്, കുറച്ച് പേർക്കില്ല. പക്ഷേ ഈ താഴെ പോകുന്ന ആൾക്കാരുടെ കാര്യം പിന്നെ ആരും പല ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലും ശ്രദ്ധിക്കാറില്ല. അപ്പോൾ അവരെ സംബന്ധിച്ച് മോറലി ഭയങ്കര ഡൗൺ ആവുകയാണ്. ഇപ്പോൾ നമ്മൾ ഈ പണ്ടൊക്കെ എൻട്രൻസ് കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലുള്ള ഒരു സമ്പ്രദായം ഇപ്പം പലപ്പോഴും സിവിൽ സർവീസ് അക്കാഡമിയിൽ കാണുന്നുണ്ട്. ഈ അവിടേക്കെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ എഞ്ചിനീയറിംഗ് മാത്സ് ക്ലാസ്സസിലൊക്കെ, ഐ മീൻ ആ ബാച്ചസിലൊക്കെ ടോപ്പായിട്ട് വരുന്നവർക്ക് അവരെ പിന്നെ ബാക്കി വേറൊരു സൂപ്പർ ബാച്ചാക്കി മാറ്റും. ബാക്കി അധികം പെർഫോം ചെയ്യാൻ പറ്റാത്തവരുടെ എല്ലാം കൂടെ ഒരു ബാച്ച്. അപ്പോൾ ഓൾറെഡി അവരുടെ മൊറയിൽ അവിടെ തന്നെ പോയി. ഇവർക്ക് ക്രീമിൽ വരാൻ പറ്റില്ല എന്നുള്ളൊരു സംഭവമാണ്. ഇത് എല്ലാ IAS അക്കാഡമിയിലും ഇപ്പോൾ നടക്കുന്നുണ്ട്, ഈ ഒരു കോച്ചിങ് എന്നുള്ള ലെവലിലേക്ക് വന്നു. പക്ഷേ നമ്മളവിടെ ഒരു വ്യത്യസ്തമായത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളിവിടെ മോർണിംഗിലും ഈവനിങ്ങിലും നമ്മൾ ഇവരോട് തന്നെ ചോദിച്ചു. നമ്മൾ രാവിലെയും വൈകിട്ടും വന്ന് ഇവിടെ ഇരിക്കുന്നു, നമ്മൾ കൂടി ഇരുന്നിട്ട് ഓരോ പുസ്തകങ്ങളായിട്ട് എടുത്തിട്ട് അതിലിപ്പം നമ്മൾ ബേസിക് ബുക്സിൽ തന്നെ പഠിക്കേണ്ടതും പഠിക്കേണ്ടാത്തതുമായിട്ടുള്ള ഏരിയാസ് ഉണ്ട്. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇത് വായിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതല്ല, വളരെ കുറച്ച് സമയം കൊണ്ട് വളരെ സ്ട്രാറ്റജിക് ആയിട്ട് മുമ്പോട്ട് പോയി ഇത് പെട്ടെന്ന് കവർ ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയാണ്. ഇപ്പോൾ നമ്മളിപ്പോൾ ലക്ഷ്മികാന്ത് എന്ന് പറയുന്ന ബുക്കാണെന്നുണ്ടെങ്കിൽ പലരും ചെയ്യുന്നത്
ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് തൊട്ട് നിതി ആയോഗ് വരെ ഉള്ളത് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. ആദ്യം തന്നെ പിറ്റ്സ് ഇന്ത്യ ആക്ടിൻ്റെ പ്രൊവിഷൻ, റെഗുലേറ്റിംഗ് ആക്ടിൻ്റെ പ്രൊവിഷൻ, ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട്, ഇതൊന്നും UPSC ചോദിക്കുന്നില്ല. ഇത് പണ്ടെന്നോ അവസാനിപ്പിച്ചു. UPSC വളരെ ആപ്ലിക്കേഷൻ ഓറിയൻറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ ധാരാളം ഹിൻസ് കൊടുത്തിട്ട് ഉള്ള ചോദ്യപേപ്പറാണ്. ഇത് മനസ്സിലാകാതെ മഗ്ഗപ്പ് ചെയ്ത് സ്റ്റേറ്റ് PSCക്കോ അല്ലെങ്കിൽ എന്താ പറയുക യൂണിവേഴ്സിറ്റി എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന പോലെയാണ് ഇപ്പോഴും ആസ്പിറൻസ് വരുന്നത്. അതുകൊണ്ടാണ് ഇപ്പോഴും ഈ 1% താഴെ ഇതിൻ്റെ സക്സസ് റേറ്റ് പ്രിലിംസിന് വരുന്നത്. പക്ഷെ നമ്മൾ അവിടെ മാറ്റി കൊടുത്തത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർക്ക് പഠിക്കാനുള്ള സാധനം വളരെ കുറച്ചാക്കി കൊടുത്തു. ബേസിക് ബുക്സിൽ നിന്ന് തന്നെ വളരെ റെലവൻ്റ് ആയിട്ടുള്ളത് മേ ബി ഒരു പേജ് അല്ലെങ്കിൽ ഒരു ചാപ്റ്ററിൻ്റെ അകത്തുനിന്ന് അവർക്ക് അതിൻ്റെ ഒരു ഓവറോൾ ഐഡിയ മതിയാവും. അല്ലാതെ സ്പെസിഫിക് ഇൻഫർമേഷൻ UPSC ഒരു സബ്ജക്റ്റിൽ നിന്ന് ഇപ്പോൾ ചോദിക്കുന്നില്ല. ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ലെവൽ പോസ്റ്റിലേക്ക് ഒരു സ്പോട്ട് ഡിസിഷൻ മേക്കർ വരട്ടെ എന്നുള്ള നിലയിൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് തന്നെ ഇൻഫർമേഷൻ പ്രോസസ്സ് ചെയ്ത് പോകുന്ന ഒരു രീതിയാണ്. അത് നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്തപ്പോഴത്തേക്കും ഇവരുടെ മോക്ക് ടെസ്റ്റിനും ഇവരുടെ PYQ അനാലിസിസിനും ഒക്കെ ഉള്ള പെർഫോമൻസ് വളരെയധികം ഇമ്പ്രൂവ് ചെയ്യുന്ന നമുക്ക് കണ്ടു. ഇത് പലരും അവരുടെ മാർക്ക് ഇമ്പ്രൂവ് ചെയ്ത് നമ്മളോട് കരഞ്ഞുകൊണ്ടാണ് വരുന്നത് സന്തോഷത്തിൽ. കാരണം അവർ മുമ്പ് അവർക്ക് പെർഫോം ചെയ്യും പറ്റില്ല എന്ന് വിചാരിച്ചൊരു സാധനം നമ്മൾ വിത്തിൻ മന്ത്സ് അവർക്ക് ശരിയാക്കി കൊടുത്തു. ഇത് നമ്മൾ സക്സസ്ഫുള്ളി ഇംപ്ലിമെൻറ്റ് ചെയ്തപ്പോൾ നമ്മൾ ബാക്കി ബാച്ചസും ഇത് സെയിം സംഭവം നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ അങ്ങനെ റിയൽ ടൈം ഒരു ട്രാൻസ്ഫോർമേഷൻ നമ്മുടെ മുമ്പിൽ കണ്ടതുകൊണ്ട് എനിക്ക് വളരെ എനിക്ക് നല്ല നമ്മുടെ എല്ലാ ഫാക്കൽറ്റീസും ഇത് തന്നെയാണ് ഇവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുള്ളത്. ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ കാര്യം പറയുന്നത് എക്സ്പീരിയൻസ് പറയുന്നേ ഉള്ളൂ. ഇത് തന്നെയാണ് നമ്മൾ മെയിൻസിനും ചെയ്തത്. ഈ പ്രിലിംസിന് ഇവർ ഇമ്പ്രൂവ് ആയി തുടങ്ങിയപ്പോഴത്തേക്കും അവർ സ്വാഭാവികമായിട്ട് ഇവരോട് ചോദിക്കാൻ തുടങ്ങി, സാർ മെയിൻസിന് എന്താ ചെയ്യേണ്ടതെന്നുള്ളത്. പണ്ട് മെയിൻസ് അവർക്കൊരു തീണ്ടാപ്പാട് അകലെ കിടക്കുന്ന ഒരു സാധനമായിരുന്നു. പ്രിലിംസേ എന്ന് പറഞ്ഞ് നടന്നായിരുന്നു. അപ്പം പ്രിലിംസിൻ്റെ മാർക്ക് ഇമ്പ്രൂവ് ആയപ്പം സ്വാഭാവികമായിട്ടും അവർക്ക് മെയിൻസിനെ കുറിച്ച് ആവേശത്തോടു കൂടി ചോദിക്കാൻ തുടങ്ങി. അങ്ങനെയാണ് നമ്മൾ ഈവനിങ്ങിൽ നമ്മൾ ആൻസർ റൈറ്റിംഗ് പ്രോഗ്രാം തുടങ്ങിയത്. അപ്പോൾ ആൻസർ റൈറ്റിംഗ് പ്രോഗ്രാം ഇതേപോലെ തന്നെ അവർക്ക് ഫസ്റ്റ്ലി ഫുൾ ബ്ലാങ്ക് ആയിരുന്നു, അല്ലെങ്കിൽ എഴുതി പേജ് നിറയ്ക്കുന്ന പരിപാടിയായിരുന്നു, കണ്ടന്റ് ഒന്നുമില്ല. അതിനെ നമ്മളൊരു സ്ട്രക്ചറിലാക്കി ഷേപ്പാക്കി കൊടുത്തു. അവർക്ക് അറിയുന്ന മിനിമം കണ്ടന്റ് വെച്ച് തന്നെ ബ്യൂട്ടിഫുൾ ഒരു ഇൻട്രൊഡക്ഷനും ബോഡി ഒരു കൺക്ലൂഷനിലേക്ക് എത്തുന്ന ലെവലിലേക്ക് കൊണ്ടുവന്നു. അപ്പോൾ അത് ഡേ ബൈ ഡേ പ്രാക്ടീസ് ചെയ്ത് വന്നപ്പോൾ എല്ലാ ദിവസവും ഇവിടെ ഉണ്ടായിരുന്നു പ്രോഗ്രാം. സാറ്റർഡേ സൺഡേ വെച്ച് എല്ലാ ദിവസവും പ്രോഗ്രാം ഉണ്ടായിരുന്നു. അപ്പോൾ അതിലും നമ്മൾ അവരുടെ ആ ഒരു ഇമ്പ്രൂവ്മെൻറ്റ് നമുക്ക് കാണാൻ പറ്റി. അപ്പോൾ അവർ സ്വാഭാവികമായിട്ടും മെയിൻസ് ടെസ്റ്റ് സീരീസ് എഴുതുന്നതിനും അവർ തന്നെ മുന്നോട്ട് വന്നു. പണ്ട് ഇതെല്ലാവരും സ്കിപ്പ് ചെയ്ത് പോകുന്നൊരു കാര്യമായിരുന്നു. അപ്പം അങ്ങനെ ഒരു റിയൽ ടൈം ട്രാൻസ്ഫോർമേഷൻ നമ്മൾ ഇവിടെ സാധ്യമാക്കിയിട്ടുണ്ട്, ഇനിയും സാധ്യമാണ്. താങ്ക് യു സർ. ഈ വർഷം നമ്മുടെ ഈ മെയിൻസിന്റെ പ്രോഗ്രാമിന്റെ നമ്മുടെ ഡെയിലി ആൻസർ റൈറ്റിംഗ് പ്രോഗ്രാം ക്ലാസ് കഴിഞ്ഞിട്ടുള്ള എങ്ങനെയാ വ്യത്യാസമുള്ളത് എന്താ? നമ്മുടെ ആൻസർ റൈറ്റിംഗ് പ്രോഗ്രാംസ് നമ്മൾ 2 പ്രോഗ്രാംസ് ഉണ്ട്. ഒന്ന് നമ്മൾ വെച്ചാൽ റെഗുലർ PCMന്റെ ഒപ്പം ഇപ്പോൾ ഓരോ ക്ലാസ്സസിൽ ഇപ്പോൾ അഖിൽ സാർ ആണെങ്കിലും രാജ് സാർക്ക് ആണെങ്കിലും റെഗുലറായിട്ട് ചെയ്യുന്ന ഒരു സംഭവം ക്ലാസ്സിൻ്റെ എൻഡിൽ അന്ന് പഠിപ്പിച്ച പോർഷൻ്റെ റിലേറ്റഡ് ഒരു PYQ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു. അവരെ കൊണ്ട് ക്ലാസ്സിൽ ലൈവായിട്ട് ആൻസർ എഴുതിപ്പിക്കുന്നു. അത് ഒരുപാട് കുട്ടികൾക്ക് ഭയങ്കര എഫക്റ്റീവാണ്. അത് കണ്ടന്റ് ആർട്ടിക്കുലേഷനും പ്രസൻറ്റേഷനും കൺക്ലൂഷനും അല്ലെങ്കിൽ ടൈം മാനേജ്മെൻറ്റ് പെർസ്പെക്റ്റീവിലൊക്കെ ഭയങ്കര ഹെൽപ്ഫുൾ ആണെന്നുള്ളൊരു ഫീഡ്ബാക്ക് കിട്ടി. രണ്ടാമത്തെ നമ്മുടെ മെയിൻസ് ലൈക്ക് മെൻറ്റർഷിപ്പ് പ്രോ എന്ന് പറയുന്ന പ്രോഗ്രാം, അതിൽ മെയിൻസ് ടെസ്റ്റ് സീരീസും മെയിൻസ് റെഗുലർ ആൻസർ റൈറ്റിങ്ങും മെൻറ്റർഷിപ്പ് ഒക്കെ ഉള്ള പ്രോഗ്രാമാണ്. അതിനുവേണ്ടി എക്സ്ക്ലൂസീവ്ലി വി ഹാവ് എ സ്കെഡ്യൂൾ ഫോർ ദ വെറ്ററൻസ് ആൻഡ് ഫോർ ദ ഫ്രഷേഴ്സ്. ഈ വർഷം എഴുതാൻ പോകുന്നവർക്കും 2025-2026 എഴുതാൻ പോകുന്നവർക്ക് വേണ്ടിയിട്ട് പേഴ്സണലൈസ്ഡ് കസ്റ്റമൈസബിൾ ആയിട്ടുള്ള സ്കെഡ്യൂൾസ് നമ്മൾ ഉടനെ റിലീസ് ചെയ്യും. അതനുസരിച്ച് നമ്മൾ അതിൻ്റെ ഡേയ്സും ടൈംസൊക്കെ നമ്മൾ സെറ്റ് ചെയ്യും. വി ഹാവ് സെപ്പറേറ്റ് പ്രോഗ്രാംസ് ഫോർ ബോത്ത് വെറ്ററൻസ് ആൻഡ് ഫോർ ദ ഫ്രഷേഴ്സ്. അപ്പോൾ അത് ഉടനെ തന്നെ നമുക്ക് റിലീസ് ചെയ്യാവുന്നതാണ്. ആൻഡ് വിത്ത് റിഗാർഡ് ടു ജോഗ്രഫി, ഇപ്പോൾ രാജ് സാറ് ജോഗ്രഫി എക്സ്പെർട്ടാണ്, മൾട്ടിപ്പിൾ മെയിൻസ് പോയ ആളാണ്. സാറിൻ്റെ ക്ലാസ്സസിനെ കുറിച്ചും വളരെ നല്ല ഫീഡ്ബാക്ക് ഉണ്ട്. അത് മെയിൻസ് മെൻറ്റർഷിപ്പിന് വരുന്നവരായിക്കോട്ടെ അല്ലെങ്കിൽ PCM സ്റ്റുഡൻസ് ആയിക്കോട്ടെ. അപ്പോൾ എനിക്ക് ചോദിക്കാനുള്ളത്, ഇപ്പോൾ യൂഷ്വലി നമുക്കിപ്പോൾ ജോഗ്രഫി GS1 വരുന്നത്. ഇപ്പോൾ നമ്മളൊരു കഴിഞ്ഞ കുറേ വർഷത്തെ ഒരു ട്രെൻഡ് അനാലിസിസ് നടത്തിയാൽ കുറേ പേർക്ക് കോൺസ്റ്റൻ്റ്ലി മാർക്ക് കുറയുന്ന ഒരു പേപ്പർ GS1 അതുപോലെ GS3 ഒക്കെ നമ്മൾ കാണാറുണ്ട്. വാട്ട് ക്യാൻ ബി എ റീസൺ ഫോർ ദാറ്റ് ആൻഡ് അതിൻ്റെ ഒരു സൊല്യൂഷൻ എന്തായിരിക്കും, എങ്ങനെ അത് ടാക്കിൾ ചെയ്യാം? ഈ GS1 ആക്ച്വലി നമ്മൾ ഒരു സമയത്ത് നോക്കിക്കഴിഞ്ഞാൽ മെയിൻസിൻ്റെ മാർക്ക് ഷീറ്റ് നോക്കുമ്പോൾ ഏറ്റവും തിളങ്ങി നിൽക്കുന്ന ഭാഗമായിരുന്നു GS1. ഏറ്റവും കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യുന്ന റീജിയനായിരുന്നു GS1 കമ്പയർഡ് ടു GS2 ആൻഡ് GS3. നമ്മൾ 2023 നമ്മൾ മാർക്ക് ഷീറ്റ്സ് നോക്കിക്കഴിഞ്ഞാൽ GS2 GS4 മാർക്സ് കുറവാണ് പൊതുവെ GS1 GS3. നമ്മൾ GS1 എന്നുള്ള പേപ്പറിനെ നമ്മൾ മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മളതിൽ ടോപ്പിക്സ് ഇപ്പോൾ ഹിസ്റ്ററി ആയിക്കോട്ടെ, ഹിസ്റ്ററിയിൽ വരുന്ന ആർട്ട് ആൻഡ് കൾച്ചർ അല്ലെങ്കിൽ പോസ്റ്റ് ഇൻഡിപെൻഡൻസ് കൺസോളിഡേഷൻ, അതേപോലെ വേൾഡ് ഹിസ്റ്ററി ആയിക്കോട്ടെ, ജോഗ്രഫി, സൊസൈറ്റി എന്ന് പറയുന്ന ഭാഗങ്ങൾ, ഇത് ഓൾമോസ്റ്റ് ഈ 3 ടോപ്പിക്കിനും ഇത്തിരി ഈക്വൽ വെയിറ്റേജ് ആണ് ഈ പേപ്പറിൽ വരുന്നത്. ഓൾമോസ്റ്റ് ഈക്വൽ വെയിറ്റേജ് ആണ്. അപ്പോൾ
ഇതിൽ വരുന്ന മിക്ക കാര്യങ്ങളും ഇപ്പോൾ ഹിസ്റ്ററിയും ജോഗ്രഫിയും നമ്മൾ ആസ് സോ കോൾഡ് കോർ സബ്ജക്റ്റായി നമ്മൾ കണക്കാക്കപ്പെടുന്നതുകൊണ്ട് തന്നെ ഒട്ടുമിക്ക ആൾക്കാരും അത്യാവശ്യം കണ്ടന്റൊക്കെ നല്ലോണം പഠിച്ചിട്ടുണ്ടാവും. അതായത് നമ്മൾ മെയിൻസ് അറ്റംപ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ പ്രിലിംസ് പാസ്സായിട്ടുണ്ടെങ്കിൽ ഇത് എഴുതാൻ വേണ്ട ഒരു ബേസിക് കണ്ടന്റ് എല്ലാവർക്കും ഉണ്ട്. സൊസൈറ്റിയിലെ ഒട്ടുമിക്ക കാര്യങ്ങളും നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ കാണുന്നതും കേൾക്കും. അർബനൈസേഷൻ ആയിക്കോട്ടെ, അല്ലെങ്കിൽ വിമൺ പോവർട്ടി എന്നൊക്കെ പറയുന്നത് നമ്മൾ സ്ഥിരമായി കേൾക്കുന്നതും നമ്മുടെ സ്ഥിരം ലൈക്ക് നമുക്ക് ചുറ്റുമുള്ള ആൾക്കാരെന്ന് വീക്ഷിച്ചാൽ നമുക്ക് കുറേ കാര്യങ്ങൾ എഴുതാനും പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെയായിരുന്നു ഇതിന് ഒരു കാലത്ത് ഭയങ്കരമായ ഒരു മാർക്ക് നല്ലോണം സ്കോർ ചെയ്യാൻ കുട്ടികൾക്ക് പറ്റിയിരുന്നത്. ആക്ച്വലി ഒരുപാട് കണ്ടന്റ് ഉണ്ടാവുന്നതും പ്രശ്നമാണ്. നമുക്ക് പറയില്ലേ, ഇപ്പോൾ ആവശ്യത്തിന് കണ്ടന്റ് വേണമെന്ന് നമ്മളെപ്പോഴും പറയാം. കണ്ടന്റ് കൂടുതലായാലും നമുക്ക് ചോദ്യത്തിൽ കൃത്യം ആക്ച്വലി ഒരു ആൻസർ റൈറ്റിംഗ് എന്ന് പറയുന്നത് നമ്മൾ 3 കൺസ്ട്രെയിനിൽ ഇരുന്നുകൊണ്ടാണ് നമ്മളൊരു ആൻസർ എഴുതുന്നത്. നമുക്ക് ടൈമിൻ്റെ കൺസ്ട്രെയിൻ ഉണ്ട്, സ്പേസിൻ്റെ കൺസ്ട്രെയിൻ ഉണ്ട്, കണ്ടന്റിൻ്റെ കൺസ്ട്രെയിൻ ഉണ്ടാവും ഒരു ആൻസർ എഴുതുമ്പോൾ. ഈ കണ്ടന്റ് കൺസ്ട്രെയിൻ ആക്ച്വലി നമുക്ക് GS1 ഒരു പക്ഷേ അത്രത്തോളം വരുമായിരുന്നില്ല. അപ്പോൾ അത് വരാത്തപ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ചാൽ ടൈമിലും സ്പേസിലും നമ്മൾ കുറേ കോംപ്രമൈസ് ചെയ്യുന്ന ഒരു അവസ്ഥ വരും. അപ്പോൾ അങ്ങനത്തെ ഒരു ഇഷ്യൂ വരുന്നതുകൊണ്ട് അതൊരു സംഭവമാണ്. പിന്നെ അത് മാത്രമല്ല, ഈ ഒരുപാട് ആസ്പെക്ട്സ് നോക്കി കഴിഞ്ഞപ്പോൾ ജോഗ്രഫി ഓപ്ഷനുള്ള ആൾക്കാരുണ്ടാവും, ഹിസ്റ്ററി ഓപ്ഷനുള്ള ആൾക്കാരുണ്ടാവും, അല്ലെങ്കിൽ സൊസൈറ്റി സോഷ്യോളജി ഓപ്ഷനുള്ളവരുണ്ടാവും. ഇവർക്കൊക്കെ ഈ പറയുന്ന കണ്ടന്റ് ഓവർഫ്ലോൻ്റെ ഒരു പ്രശ്നം ലൈക്ക് അത് വരുമ്പോൾ എഴുതുമ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ട്. പിന്നെ ഒരുപാട് ടോപ്പിക്സ് ഇപ്പോൾ ജോഗ്രഫിയിൽ വരുന്ന ചില ടോപ്പിക്സ് എടുക്കാം. അപ്പോൾ ഇൻഡസ്ട്രിയുടെ ഭാഗമായിക്കോട്ടെ, അല്ലെങ്കിൽ അഗ്രികൾച്ചർ ചില ഭാഗമായിക്കോട്ടെ, അല്ലെങ്കിൽ എൻവയോൺമെൻറ്റുമായി നമ്മുടെ ലാൻഡ് സ്ലൈഡ് പോലെ ടോപ്പിക് ആയിക്കോട്ടെ, ഇതൊക്കെ GS1 GS3 വരുന്നതാണ്. അല്ലെങ്കിൽ സൊസൈറ്റിയിൽ നമ്മൾ ഏർപ്പെടുത്തപ്പോൾ വിമൺ, അല്ലെങ്കിൽ പോവേർട്ടി, അല്ലെങ്കിൽ ഗ്ലോബലൈസേഷൻ പോലുള്ള കാര്യങ്ങളൊക്കെ ഒരു പക്ഷേ GS2 സോഷ്യൽ ജസ്റ്റിസിലും ഒരു പരിധി ചോദിക്കാവുന്നതാണ്. പക്ഷേ ഈ ടോപ്പിക്സ് ഭയങ്കര ഓവർലാപ്പിംഗ് ആണെങ്കിലും ഇത് ഓരോന്ന് എഴുതേണ്ട രീതികൾ വ്യത്യാസമുണ്ട്. ഇപ്പോൾ GS1 വേ ഓഫ് അല്ലെങ്കിൽ മോഡ് ഓഫ് ആൻസർ റൈറ്റിംഗ് അല്ല. ഇപ്പോൾ ഓൾമോസ്റ്റ് നമ്മൾ GS1 GS2 ഒരേ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് നമ്മൾ എടുത്തു നോക്കി പല വർഷത്തിലെ. ഇത് രണ്ടിലും കൊടുക്കേണ്ട കണ്ടന്റിൽ കുറേ കാര്യങ്ങൾ ഒരേപോലെ ഉണ്ടെങ്കിലും അതിൻ്റെ പ്രസൻറ്റേഷൻ രണ്ടിലും വ്യത്യാസമുണ്ട്. ഇത് പലർക്കും കൃത്യമായിട്ട് ഡിമാർക്കേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അതായത് GS1 എങ്ങനെയാണ് എഴുതേണ്ടത്, GS2 എങ്ങനെയാണ് എഴുതേണ്ടത് എന്നുള്ളത്. അപ്പോൾ ഇതാണ് മേജർ കാരണങ്ങൾ, ലൈക്ക് മേജർ റീസൺസ് ആയിട്ട് വരുന്നത്. പിന്നെ ഒരു ചേഞ്ച് എന്ന രീതിയിൽ വന്നത് ഇപ്പോൾ കഴിഞ്ഞ വർഷം നോക്കിക്കഴിഞ്ഞാലൊക്കെ ജോഗ്രഫിയിൽ 1-2 കാര്യങ്ങൾ സ്പെസിഫിക് ആയിട്ട് ചോദിച്ചു തുടങ്ങി. ഇപ്പോൾ 2023 ഫിയോഡ് എന്ന് പറഞ്ഞൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ഇത് ഒരു കാലത്തും ഒരാളും പ്രെഡിക്റ്റ് ചെയ്യാത്തൊരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. അപ്പം അത്യാവശ്യം ആ ജോഗ്രഫിയിലെ ഈ ജിയോമോഫോളജിയിൽ വരുന്ന എക്സോജനിക് ലാൻഡ് ഫോംസ് വായിച്ചിട്ടൊരു ആൾക്കാണെങ്കിൽ ഫിയോഡിനെ പറ്റി വേണമെങ്കിൽ ഒരു പാരഗ്രാഫ് എഴുതാനുള്ള ഡേറ്റ ഉണ്ടാവും. പക്ഷെ അത് 10 മാർക്കറായി എഴുതി കൊണ്ടുവരിക എന്നുള്ളത് ലൈക്ക് അങ്ങനെ ഒരു അൺസ്റ്റേബിൾ ആവുന്ന സിറ്റുവേഷൻ ഈ തവണ ഉണ്ടായിരുന്നു. കാരണം പ്രിലിംസിലുണ്ടായിരുന്നല്ലോ, ലൈക്ക് ഈ ആസ്പിറൻസിനെ അൺസ്റ്റേബിൾ ആക്കിക്കൊണ്ട് അപ്പോഴും കാം ഹെഡ് കീപ്പ് ചെയ്യുന്നവർ കയറിപ്പോവും. അപ്പോൾ അതേപോലെ അങ്ങനത്തെ 1-2 സിറ്റുവേഷൻ ഈ തവണത്തെ പേപ്പറിൽ ഉണ്ടായിരുന്നു നമുക്ക് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇതിനെ എങ്ങനെ അപ്രോച്ച് ചെയ്യണമെന്ന് വെച്ചാൽ ഫസ്റ്റ് ഓഫ് ഓൾ ഒരു ആസ്പിറൻറ്റിനെ സംബന്ധിച്ചോളം സിലബസിനെ പറ്റി വ്യക്തമായ ധാരണ ഉണ്ടാവും എന്നുള്ളതാണ്. സിലബസിൽ ഓരോ കീവേഡും എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ള കാര്യം. പിന്നെ UPSCയുടെ വേ ഓഫ് ആസ്കിങ് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ എല്ലാ വർഷവും ചോദിക്കുന്ന രീതി സെയിം ആണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ആർട്ട് ആൻഡ് കൾച്ചർ എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ വാട്ടർ ഷെഡ് ആയിട്ടുള്ള കുറേ ടൈം പീരീഡ്സിനെ പറ്റിയിട്ട് ചോദിക്കും, അല്ലെങ്കിൽ കമ്പാരിസൺ വിത്ത് ദി മോഡേൺ ടൈംസ്, അതിൻ്റെ എന്ത് റിഫ്ലക്ഷൻസ് ആണ് മോഡേൺ ടൈംസിൽ കാണാൻ പറ്റുക, അങ്ങനെയുള്ള കാര്യങ്ങൾ. അല്ലെങ്കിൽ കഴിഞ്ഞ വർഷം ചോദിച്ചിരുന്നു ജോഗ്രഫിക്കൽ സംഭവങ്ങൾ എങ്ങനെയാണ് ഏൻഷ്യൻ ഇന്ത്യ ലൈക്ക് ഡിസൈൻ ചെയ്യുന്ന ടൈപ്പ് ഓഫ് ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. ഇപ്പോൾ ജോഗ്രഫിയിൽ എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ സോ കോൾഡ് കോർ എന്ന് പറഞ്ഞ ഫിസിക്കൽ ജോഗ്രഫി, ഇപ്പോൾ ഓഷ്യൻ കറൻസ് അല്ലെങ്കിൽ സൈക്ലോൺ പോലെ ടോപ്പിക്കിനെ പറ്റി സ്ഥിരമായിട്ട് 1-2 ചോദ്യങ്ങൾ അത് ഇത്തവണയും ചോദിക്കുന്നുണ്ട്. ഇപ്പോൾ മോഡേൺ ഇന്ത്യ ആണെങ്കിൽ പേഴ്സണാലിറ്റീസ്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഗാന്ധിയും ടാഗോർ പേഴ്സണാലിറ്റീസ് ചോദിക്കുന്നു, അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ഇവന്റിനെ പറ്റി ചോദിക്കുന്നു. അപ്പോൾ ബേസിക്കലി നമ്മൾ ഇപ്പോൾ സൊസൈറ്റി എല്ലാ ടോപ്പിക്കിലും നമ്മൾ ഹിറ്റ് ചെയ്യേണ്ട കാര്യങ്ങൾ ഓൾമോസ്റ്റ് സെയിം ആണ്. ഇപ്പോൾ ഹിസ്റ്ററി ആണെങ്കിൽ റിഫ്ലക്ഷൻ വിത്ത് ദി മോഡേൺ ടൈം ചോദിക്കും, പേഴ്സണാലിറ്റീസ് ചോദിക്കാം. ഇപ്പോൾ ജോഗ്രഫി ആണെങ്കിൽ ഒരു പെർട്ടിക്കുലർ ഇവന്റ് സംഭവിച്ച അല്ലെങ്കിൽ ഒരു ഫിനോമിനെ പറ്റിയാണെങ്കിൽ അതിൻ്റെ എഫക്ട്സ്, കോൺസിക്വൻസ്, റീസൺസ്, സൊല്യൂഷൻസ്. ഇപ്പോൾ സൊസൈറ്റി ആണെങ്കിൽ ഓൾമോസ്റ്റ് തന്നെ ഇഷ്യൂസ്, അല്ലെങ്കിൽ പ്രോപ്പർട്ടീസ്, അല്ലെങ്കിൽ ഫീച്ചേഴ്സ് എന്ന് പറയുന്ന സെയിലിയൻ ഫീച്ചേഴ്സ് എന്ന് പറയുന്ന ഭാഗങ്ങൾ, അതുകൊണ്ട് ഇഷ്യൂസ്, അതിൻ്റെ സൊല്യൂഷൻസ്. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങൾക്ക് വേണ്ട വ്യക്തമായ ഒരു നോട്ട് നമ്മുടെ കയ്യിൽ ഉണ്ടാവുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ ഹിസ്റ്ററി തന്നെ എടുത്തു കഴിഞ്ഞാൽ കഴിഞ്ഞ വർഷം വേദിക് ഏജിൻ്റെ ചോദ്യം ഉണ്ടായിരുന്നു, റിലീജിയൻ സൊസൈറ്റി. അപ്പോൾ നമ്മുടെ നോട്ട് ഇങ്ങനെ ആയിരിക്കണം, വേദിക് ഏജിനെ പറ്റി കുറേ പോയിന്റ്സ് എഴുതി വെച്ചൊന്നും ആയിരിക്കരുത്. വേദിക് ഏജിൻ്റെ സൊസൈറ്റി എങ്ങനെയായിരുന്നു, പൊളിറ്റിക്കൽ സ്ട്രക്ചർ എങ്ങനെയായിരുന്നു, റിലീജിയൻ എങ്ങനെയായിരുന്നു, അങ്ങനത്തെ നോട്ട് നമ്മൾ ഉണ്ടാക്കുന്നത് വളരെ സിഗ്നിഫിക്കൻ്റ് ആണ്. അപ്പോൾ അതേപോലെ തന്നെ ഇപ്പോൾ സൊസൈറ്റി എടുത്താൽ അർബനൈസേഷൻ, അതിൻ്റെ ടോപ്പിക്സ് ആൻഡ് നോട്ട്സ്, ഈ നോട്ട്സിലേക്ക് വി ഷുഡ് ബി ഏബിൾ ടു ഇൻക്ലൂഡ് ദ റിയൽ ലൈഫ് ആൻഡ് കറണ്ട് എക്സാമ്പിൾസ്. അങ്ങനെ ഒരു നോട്ട് മേക്കിംഗ്, ഒരു സോളിഡ് നോട്ട് മേക്കിംഗ് ഉള്ളവർക്കും അത് കണ്ടിന്യൂസ് റിവൈസ് ചെയ്ത് എഴുതി പ്രാക്ടീസ് ചെയ്ത ഒരാളുണ്ടെങ്കിൽ അത് ആക്ച്വലി എന്തായിരിക്കും, അവർക്ക് വളരെ ബെനിഫിറ്റിംഗ് ആയിരിക്കും. അപ്പോൾ ഈ ഒരു പ്രോസസ്സാണ് ലൈക്ക് കണ്ടിന്യൂ ചെയ്യേണ്ടത്. സിലബസിനെ മനസ്സിലാക്കുക, ആ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിനെ കൃത്യമായി വായിച്ച് നോക്കുക, അത് ആൻസർ ചെയ്യുക, അതിന് അനുസരിച്ചുള്ളൊരു നോട്ട് ഉണ്ടാക്കുക, അതിനെ കണ്ടിന്യൂസ് റിവൈസ് ചെയ്യുക, വീണ്ടും ആൻസർ എഴുതുക.
ഒരു നല്ലൊരു ലൈക്ക് നമ്മുടെ ഒരു ടീമിലൊക്കെ കൊടുക്കുന്ന പോലെ നല്ലൊരു ഇവാലുവേഷൻ കുട്ടികൾക്ക് കിട്ടുന്നുണ്ടെന്ന്, അല്ലെങ്കിൽ അവർ വന്ന് ചോദിച്ച് അവർക്ക് വേണ്ട രീതിയിലുള്ള തെറ്റുകുറ്റങ്ങൾ അല്ലെങ്കിൽ കുറവുകൾ മനസ്സിലാക്കുക, പറഞ്ഞു കൊടുക്കാൻ ശേഷമുള്ള ആൾക്കാരുടെ അടുത്ത് പോയിട്ട് അത് ഇവാലുവേഷൻ വാങ്ങിക്കുക, ഒന്ന് സെൽഫ് ഇവാലുവേറ്റ് ചെയ്യുക, പ്രോഗ്രസ് ചെയ്യുക, പിന്നെ ഇത് റിപ്പീറ്റേഷൻ. ഓക്കെ, അപ്പോൾ ഇവിടെ ഇപ്പോൾ ആക്ച്വലി മെയിൻസിന് നമുക്ക് ഞാൻ മനസ്സിലാക്കിയത്തോളം പല ടോപ്പിക്സും പ്രഡിക്റ്റബിൾ ആണ്. ക്വസ്റ്റ്യൻ ആസ് സച്ച് അല്ലെങ്കിലും ചോദിക്കാൻ സാധ്യതയുള്ള ടോപ്പിക്സ് ഒരു പരിധി പ്രഡിക്റ്റബിൾ ആണ്. ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ വർഷം നമ്മൾ ക്ലാസ്സിൽ എഴുതിച്ചതും അല്ലെങ്കിൽ നമ്മൾ കുട്ടികൾക്ക് മെയിൻസ് ടെസ്റ്റ് ചെയ്ത കുട്ടികൾക്കും ചോദിച്ചാൽ പല ടോപ്പിക്സും ചോദിച്ചു കണ്ടു. അതിപ്പോൾ നമ്മൾ UPSC ആയിട്ട് ഒരു ബന്ധം ഉണ്ടായതുകൊണ്ട് നമുക്ക് കിട്ടുന്നൊന്നുമല്ല. ലൈക്ക് നമ്മൾ ഇത്ര വർഷം നമ്മളത് കണ്ടതുകൊണ്ടും ഈ വർഷത്തെ ന്യൂസ് ട്രെൻഡ് നോക്കിയിട്ട് നമുക്ക് തോന്നുന്നതാണ് ഇന്നത് ചോദിക്കാം. അപ്പോൾ നമ്മളൊരു അങ്ങനെ ഒരു 50 ടോപ്പിക് അവരെ കൊണ്ട് എഴുതിക്കുമ്പോൾ ചിലപ്പോൾ ഒരു 10-20 എണ്ണം ആയിരിക്കും. പക്ഷേ 20 ഹിറ്റ് ചെയ്യുമ്പോൾ അവർക്ക് കിട്ടുന്ന അഡ്വാൻറ്റേജ് ഭയങ്കരമാണല്ലോ. അപ്പോൾ ഈ രീതിയിൽ നേരത്തെ പറഞ്ഞ ആ പ്രോസസ്സ് ഒന്ന് റിപ്പീറ്റഡ്ലി ചെയ്യാന്നുള്ളതാണ് മാർക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ ചെയ്യാവുന്ന കാര്യം. നൈസ്. അഖിൽ സാർ കൊടുത്ത മെയിൻസിലൊക്കെ SA ടോപ്പറും കൂടിയാണ്. അപ്പോൾ SA ഹാൻഡിൽ ചെയ്യുന്നത് അഖിൽ സാറാണ്. അപ്പോൾ ഈ SAയും ഒരുപാട് പേർക്ക് ഭയങ്കര ഒരു തലവേദനയാണ്. ഐ മീൻ ഈ ലൈക്ക് 3 മണിക്കൂറിൽ 2 SA 1200 വേഴ്സ് SA എഴുതുക, 250 പേപ്പർ, അത്രയും വെയിറ്റേജ് ഉള്ള പേപ്പറാണ്. അപ്പോൾ ഈ SA ലൈക്ക് ഇനിയിപ്പോൾ നമുക്ക് പ്രിലിംസ് ടു മെയിൻസ് ലൈക്ക് ജസ്റ്റ് ഹാർഡ്ലി ഹാവിങ് 3 months. സോ പ്രത്യേകിച്ച് പ്രിലിംസിലൊന്നും ചെയ്യാത്ത ഒരു സംഭവമാണ് ഈ SA എത്തിക്സ് പോലുള്ള പേപ്പേഴ്സൊക്കെ. അപ്പം സാറിൻ്റെ ഒരു സ്ട്രാറ്റജി ഉണ്ടായിരുന്നു? ഐ മീൻ ആസ് എൻ SA ടോപ്പർ എന്നുള്ള രീതിയിൽ എന്തൊക്കെയാണ് SAയ്ക്ക് വേണ്ടി ചെയ്തത്, എത്തിക്സിന് വേണ്ടി? സാറേ, ഇതിനകത്ത് ഏറ്റവും വലിയ പ്രശ്നം SAയിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരും മൈൻഡ് ചെയ്യാത്തൊരു പേപ്പറാണ് SA. അതെ, അതായത് ഇപ്പോൾ ഈ പറഞ്ഞവർക്ക് പ്രിലിംസിലേക്ക് പഠിക്കേണ്ടി വരുന്നില്ല. മെയിൻസിലേക്ക് എല്ലാവരുടെയും ഒരു ചിന്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ GS പഠിക്കുന്നുണ്ടല്ലോ, അപ്പോൾ അത് പഠിക്കുന്നത് വെച്ചിട്ട് എനിക്ക് SA എഴുതാൻ പറ്റുമെന്നുള്ളൊരു പൊതുധാരണയാണ്. പക്ഷെ അത് ഏറ്റവും വലിയ അബദ്ധധാരണയാണെന്ന് ഞാൻ പറയത്തുള്ളൂ. കാരണം SAയ്ക്ക് അവർ ഡിമാൻഡ് ചെയ്യുന്ന റൈറ്റിംഗ് സ്റ്റൈലും GS പേപ്പറിന്റെ റൈറ്റിംഗ് സ്റ്റൈലും എൻറ്റയർലി ഡിഫറെന്റ് ആണ്. കാരണം ഇല്ലെങ്കിൽ പിന്നെ അവർ SA എന്ന് പറഞ്ഞൊരു പേപ്പർ ഇടേണ്ട കാര്യമില്ലല്ലോ. ടോപ്പിക്സ് ചിലപ്പം ജനറൽ ആയിട്ടൊക്കെ ടോപ്പിക്സ് വരും. ഇപ്പം ഹെൽത്തിനെയോ എഡ്യൂക്കേഷനോ ഒക്കെ കുറിച്ചിട്ട് ഒരു ടോപ്പിക്ക് വന്നു വരുന്നു എന്ന് വെച്ചിട്ട് നമ്മൾ ഒരു GS 3-ലോ 2-ലോ ഒന്ന് എഴുതുന്ന പോലെ ഒരു സാധനം എഴുതി വെച്ചാൽ ഒരിക്കലും മാർക്ക് കിട്ടും. നമ്മൾ കരുതും നമ്മൾ എഴുതിയിട്ടുണ്ട്, ഓക്കെ 1200 വേർഡ്സിന്റെ എഴുതിയിട്ടുണ്ടാവും, നല്ല സൂപ്പറായിട്ട് വേർഡ്സും എക്സാമ്പിൾസും സ്റ്റാറ്റ്സും ഒക്കെ കൊടുത്ത് എഴുതിയെന്ന് വിചാരിക്കും. പക്ഷെ ഒരിക്കലില്ല. ആ റൈറ്റിംഗ് സ്റ്റൈല് എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. കുറച്ച് നമുക്ക് എന്താ പറയുക, കുറച്ചൊരു സാഹിത്യം കൊണ്ട് ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു എഴുത്തുണ്ടെങ്കിൽ SAയ്ക്ക് നമ്മൾ ഉദ്ദേശിക്കുന്നതിനേക്കാളും മുകളിലൊരു മാർക്ക് കിട്ടത്തുള്ളൂ. അപ്പം അതിന് പ്രോപ്പറായിട്ട് പ്രിപ്പറേഷൻ വേണം. പ്രിപ്പറേഷൻ എന്ന് പറയുമ്പോൾ SAയ്ക്ക് ഒരുപാട് സമയം നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ എടുക്കേണ്ട കാര്യമില്ല. ഫോർ എക്സാമ്പിൾ കുറച്ച് എഴുതിയുള്ള ശീലം വേണം ആദ്യം. അപ്പം എഴുതി ശീലിക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ആദ്യം നമ്മൾ സ്റ്റോക്ക് ചെയ്യേണ്ടത്. ഇപ്പം നോട്ട് മേക്കിംഗ്, ഇപ്പം GS നോട്ട് മേക്കിംഗ് പോലെയൊക്കെ നമുക്ക് SAയ്ക്കും ചെറിയ നോട്ട് മേക്കിംഗ് വേണം. ആ നോട്ട് മേക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന്, ഇപ്പം എൻ്റെ ഒരു ശൈലി വെച്ചിട്ട് കുറച്ച് നമ്മൾ കോട്ട്സ്, അത് ജനറലി ചോദിക്കാൻ സാധ്യതയുള്ള ഇതുവരെ ചോദിച്ചിട്ടുള്ള എല്ലാ കീവേഡ്സിനും നമുക്കൊരു കോട്ട്, 1-2 കോട്ട്സ് ഉണ്ടാവണം. കുറച്ച് എക്സാമ്പിൾസ് ഉണ്ടാവണം. ഈ എക്സാമ്പിൾസിന് തന്നെ കൂടുതലും ഇന്ത്യൻ എക്സാമ്പിൾസ് എടുക്കാനാണ് ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളത്. അതായത് ഇന്ത്യക്കാര് പ്രശസ്തര് എന്ന ഒരുപാട്, ഇപ്പം ഗാന്ധിയൊക്കെ നമുക്ക് എവർഗ്രീൻ ഒരു എക്സാമ്പിൾ ആണ്, കോട്ടാണ്, എവിടെ വേണമെങ്കിലും യൂസ് ചെയ്യും. അപ്പൊ അതുപോലൊക്കെ ഗാന്ധി എല്ലാവരും യൂസ് ചെയ്യും. എന്നാൽ ഗാന്ധിജിയെ പോലൊക്കെ തന്നെ ഇപ്പൊ സ്വാമി വിവേകാനന്ദൻ ആയിക്കോട്ടെ, അംബേദ്കർ ആയിക്കോട്ടെ, അങ്ങനെ റെഗുലർലി എല്ലാവരും കോട്ട് ചെയ്യാൻ സാധ്യതയില്ലാത്ത കുറച്ച് സാധനങ്ങൾ ഞാൻ എടുക്കും. പിന്നെ ഇന്ത്യക്ക് പുറത്തു നിന്നുള്ള എക്സാമ്പിൾസ്, നല്ല എക്സാമ്പിൾസ് കിട്ടിക്കഴിഞ്ഞാൽ അതും തീർച്ചയായിട്ടും എടുക്കും. പിന്നെ ഡെയിലി ലൈഫിൽ ഞാൻ എക്സാമ്പിൾസ് എടുക്കാനുള്ള ശ്രമം എനിക്ക് ഉണ്ടാവാറുണ്ട്. അങ്ങനെ എക്സാമ്പിൾസ് ഞാൻ ലിസ്റ്റ് ചെയ്യാറുണ്ട്. ഇപ്പം കഴിഞ്ഞ തവണ ഇവിടുത്തെ ക്ലാസ്സിൽ കൊടുത്തപ്പോഴാണ് ഞാൻ അങ്ങനെ കുറച്ച് നോട്ട്സ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതായത് ഇപ്പം ഫോർ എക്സാമ്പിൾ വിമൻ എംപവർമെന്റ്, അങ്ങനെ ഒരു ടോപ്പിക്ക് വന്നു കഴിഞ്ഞാൽ അതിനകത്ത് എഴുതാൻ നമുക്ക് എന്തൊക്കെ രീതിയിൽ ചോദ്യം ചോദിച്ചാലും ജനറലൈസ് ചെയ്ത് എഴുതാൻ പറ്റുന്ന കുറച്ച് കോട്ട്സ്, കുറച്ച് എക്സാമ്പിൾസ്, കുറച്ച് സ്റ്റാറ്റിസ്റ്റിക്സ്. അപ്പൊ ഇത്രയും സാധനം നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ചേ പറ്റും. നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സ് ഒക്കെ എന്തായാലും നമ്മൾ GS പേപ്പറിന് വേണ്ടി പ്രിപ്പയർ ചെയ്യും. ഇപ്പോൾ വിമൻ ആയിക്കോട്ടെ, പോവർട്ടി ആയിക്കോട്ടെ, എഡ്യൂക്കേഷൻ, ഹെൽത്ത് എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ജനറലൈസ് ചെയ്തിട്ട് കുറച്ച് സ്റ്റാറ്റ്സ് എന്തായാലും ഉണ്ടാവും. അത് നമുക്ക് ഇങ്ങോട്ട് എടുക്കാം. പക്ഷെ ഈ എക്സാമ്പിൾസും കോഡ്സും നമ്മൾ സെപ്പറേറ്റ് ഒന്ന് പ്രിപ്പയർ ചെയ്ത് വെക്കുന്നത് നല്ല. കാരണം അത് നമുക്ക് എത്തിക്സിന് വേണമെങ്കിൽ യൂസ് ചെയ്യാം. അതേപോലെക്ക് ഇത്രയും നമ്മുടെ ഒരു ആദ്യത്തെ ഇനീഷ്യൽ സ്റ്റേജ്. ഇനി നമ്മൾ എഴുതി തുടങ്ങുമ്പോഴത്തെ ഏറ്റവും വലിയ പ്രശ്നം ഫ്ലോ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ്. അതായത് GS പേപ്പർ നമുക്ക് ഫ്ലോയുടെ ആവശ്യമില്ല. ഒരു പോയിന്റ് പറയുന്നു, എക്സാമ്പിൾ എഴുതുന്നു, അടുത്ത പോയിന്റ് പറയുന്നു, അങ്ങനെ അങ്ങ് പോവാം. പക്ഷെ ഇവിടെ അത് പറ്റില്ല. ഇവിടെ നമ്മൾ എന്താ പറയുക, ഒരു വൃക്ഷത്തിന്റെ മെയിൻ സ്റ്റെമ്മില് പല ബ്രാഞ്ചസ് പോകുന്ന പോലെയൊക്കെ നമുക്ക് എസ് എഴുതാൻ ഒക്കത്തുള്ളൂ. ആ മെയിൻ സ്റ്റെം അവിടെ തന്നെ ഉണ്ടാവണം തുടക്കം മുതൽ അവസാനം വരെ. എന്നിട്ട് അതിൽ നിന്ന് ബ്രാഞ്ച് ചെയ്ത് പോകുന്നതിന് കുഴപ്പമില്ല. പക്ഷെ ബ്രാഞ്ച് ചെയ്ത് എത്ര പോകുന്നോ അത്രയും സ്പീഡിൽ നമ്മൾ തിരിച്ച് മെയിൻ ലൈനിൽ കയറുക, ആ സ്റ്റെമ്മിലേക്ക് തിരിച്ചെത്തി എഴുതണം. ആ ഒരു ഫ്ലോ മെയിൻറ്റെയിൻ ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് SAയ്ക്ക് നമ്മൾ പ്രതീക്ഷിക്കുന്ന
എന്താ പറയുക ടോപ്പർ എന്നുള്ള രീതിയിലേക്ക് മാർക്ക് സ്കോർ ചെയ്യാനൊക്കത്തുള്ളൂ. അത് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ എഴുതി ശീലിക്കണം. എഴുതി ശീലിച്ചാൽ മാത്രം നമ്മൾ എഴുതുന്നത് എപ്പോഴും സൂപ്പറാണെന്ന് നമുക്കൊരു ചിന്ത ഉണ്ടാവും അല്ലേ. അതുപോലെ നമ്മൾ എഴുതുന്ന ആരെങ്കിലും ഒരാളെ കാണിച്ച് ഇവാലുവേഷൻ നടത്തുമ്പോഴേ ഓക്കെ നമ്മൾ അത്ര നേരം വിചാരിച്ചുകൊണ്ട് സൂപ്പർ എന്ന് പറയുന്നതിനകത്ത് ഇതിന് പ്രശ്നങ്ങളുണ്ടോ നമുക്ക് മനസ്സിലാവും. അല്ല, അതിലൊരു കാര്യം കൂടിയുണ്ട്. നമ്മൾ എഴുതുന്ന എസ്സേ നമ്മൾ അപ്പോൾ തന്നെ വായിക്കരുത്. ഒരു 5 ദിവസം കഴിഞ്ഞ് വായിക്കുമ്പോഴാണ് നമുക്ക് അതിൻ്റെ തീർച്ചയായിട്ടും. നമ്മൾ 5-6 ദിവസം കഴിഞ്ഞ് വായിക്കും. പിന്നെ അതിൽ സാറ് പറഞ്ഞ ആഡ് ചെയ്യാനാണ്, ഈ എസ്സേയിൽ ആക്ച്വലി നമുക്ക് ചെയ്യാവുന്ന കുറേ കണക്റ്റിംഗ് വേർഡ്സ് ഉണ്ട്. ഈ ഫ്ലോ മെയിൻറ്റെയിൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന കുറേ കണക്റ്റിംഗ് വേർഡ്സ് ഉണ്ട്. ഇപ്പോൾ ഫർദർ മോർ, ഇൻ അഡീഷൻ ടു ദാറ്റ്, ഈ ഹിന്ദു എന്നൊക്കെ കിട്ടുന്ന ചില കണക്റ്റിംഗ് വേർഡ്സ് ഉണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ ലൈക്ക് ആ പേപ്പർ വായിക്കുമ്പോൾ ആ ഫ്ലോയിൽ പോകുന്നത് നമ്മൾ ശ്രദ്ധിക്കില്ല. പക്ഷെ അതൊക്കെ നമുക്ക് സർക്കിൾ ചെയ്ത് എടുത്ത് വയ്ക്കാവുന്നതാണ്. പിന്നെ ഈ എസ്സേയിൽ ആക്ച്വലി ഇപ്പോൾ നമുക്കറിയാമല്ലോ, ഇപ്പോൾ GS1, GS2, GS3 ഇപ്പോൾ 10-12,000 പേര് പ്രിലിംസ് കയറിയിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മൾ 5 പേരും മെയിൻസ് എഴുതുന്നുണ്ടെങ്കിൽ നമ്മൾ 5 പേരും ഒരേപോലെ പഠിക്കും. കിട്ടാവുന്ന മെറ്റീരിയലൊക്കെ നമുക്ക് എല്ലാം അവൈലബിൾ ആണ്. നമ്മൾ നല്ലോണം ഇരുന്ന് പഠിക്കും, എഴുതും, കിട്ടാവുന്ന ഇംപ്രവൈസേഷനൊക്കെ നമ്മളെല്ലാവരും വരുത്തും. പക്ഷേ എസ്സേ എത്തിക്സ് എന്ന് പറയുന്ന സംഭവങ്ങൾ രണ്ടിലും കുറച്ചും കൂടി ഡിഫറെൻ്റ് അല്ലേ. എസ്സേയിൽ ഇപ്പോൾ ഒരേ ടോപ്പിക്ക് ഞാൻ എഴുതുന്ന എസ്സേയും ഇപ്പോൾ അല്ലെങ്കിൽ അഖിൽ സാർ എഴുതുന്ന എസ്സേയും തമ്മിൽ നല്ല വ്യത്യാസങ്ങളുണ്ടാവും. അപ്പോൾ അത് നമ്മൾ തന്നെ കുറച്ചുകൂടി എഫേർട്ട് എടുത്ത്, ഇവാലുവേഷൻ വേണം, എഫേർട്ട് എടുത്ത് ഇമ്പ്രൂവ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. പല ആൾക്കാർ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഈ എസ്സേക്ക് 125 മാർക്കിന് എഴുതണം, 11 ഷീറ്റ് എഴുതണം എന്ന് ആലോചിച്ചിട്ട് ഇത് എഴുതാൻ മടിക്കും. തുടക്കത്തിൽ എഴുതാൻ ഭയങ്കര മടിയായിരിക്കും. കാരണം കണ്ടന്റ് ഇല്ല, ഞാൻ എഴുതി തീരില്ല, എത്ര എത്തില്ല എന്നൊരു ചിന്ത ഒരുപാട് പേരുണ്ട്. ആക്ച്വലി നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, GS1, GS2, GS3 നമ്മൾ എത്ര ടോപ്പിക്സ്, എത്ര സബ്ജക്ട്സ് പഠിക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു പെർട്ടിക്കുലർ ടോപ്പിക് എടുത്താൽ അതിൻ്റെ ഇതേ ഓർഡറിലൊന്ന് ആലോചിച്ചാൽ മതി. ഹിസ്റ്റോറിക്കൽ പെർസ്പെക്റ്റീവ്, അല്ലെങ്കിൽ സോഷ്യൽ പെർസ്പെക്റ്റീവ്, ജോഗ്രഫിക്കൽ പെർസ്പെക്റ്റീവ്, അല്ലെങ്കിൽ ഇപ്പോൾ പൊളിറ്റിക്കൽ, അങ്ങനത്തെ രീതിയിൽ നമ്മൾ ചിന്തിച്ചാൽ തന്നെ നമുക്ക് കണ്ടന്റിന് ഒരു കുറവ് വരില്ല. പക്ഷേ ഈ കണ്ടന്റ് ഉള്ളത് വെച്ച് നമ്മൾ ആദ്യം എഴുതണം, തെറ്റിക്കണം, മാർക്ക് കുറയണം, കുറ്റങ്ങൾ കേൾക്കണം, എന്നിട്ട് ഇമ്പ്രൂവ് ചെയ്യണം. അപ്പോൾ ആ ഒരു പ്രോസസ്സിലേക്ക് പോകാൻ പലർക്കും ഭയങ്കര ഒരു എന്താ പറയുക, ഒരു ഇനേർഷ്യ ഉണ്ട്. അതെ, അത് എഴുതാതെ ഇപ്പം നീന്തൽ വെള്ളത്തിൽ ഇറങ്ങുന്ന കാര്യം പറയുമ്പോൾ നീന്തൽ പഠിക്കാതെ വെള്ളത്തിൽ ഇറങ്ങില്ല എന്ന് പറയുന്ന പോലെയാണ്. അല്ല, സാറ് പറഞ്ഞത് ഒരു നല്ല പോയിന്റ്. അതായത് ഹിന്ദുവിന്റെ ഇപ്പം പിള്ളേരെല്ലാം ഹിന്ദുവിന്റെ എഡിറ്റോറിയൽ എടുത്ത് വെച്ചിട്ട് അതിനകത്തിരുന്ന് കണ്ടന്റ് തപ്പുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. എനിക്കതിനകത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ള കണ്ടന്റിനേക്കാളും ആ റൈറ്റിംഗ് സ്റ്റൈലാണ്. ഹിന്ദുവിന്റെ എഡിറ്റോറിയലിന്റെ പ്രത്യേകത നമ്മൾ ശ്രദ്ധിച്ചാണ്. ആദ്യത്തെ 1-2 പാരഗ്രാഫിൽ അവർ കൃത്യമായിട്ട് പറയും അവരെന്താണോ ഈ എഡിറ്റോറിയലിൽ പറയാൻ പോകുന്നത് കൃത്യമായിട്ട് പറഞ്ഞിട്ട് ഓരോ പാരഗ്രാഫ് തുടങ്ങുന്നതാണ്. അപ്പം ഈ ഇതിനകത്ത് ഇപ്പം എന്തൊരു സബ്ജക്റ്റിനെ കുറിച്ച് 4 കാര്യങ്ങളാണ് പറയാൻ പോകുന്നതെന്നുണ്ടെങ്കിൽ അവരുടെ ഫസ്റ്റ് പാരഗ്രാഫ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ഫസ്റ്റ്ലി എന്ന് പറഞ്ഞിട്ട് ആദ്യത്തെ ഫസ്റ്റ് പോയിന്റ് കറക്റ്റ് ആയിട്ട് ആ കണ്ടന്റ് കറക്റ്റ് ആയിട്ട് പ്ലേസ് ചെയ്യും. നെക്സ്റ്റ് സെക്കൻഡ്ലി, തേർഡ്ലി, എന്നിട്ട് ലാസ്റ്റ് വന്ന് ഇതിനെ സമ്മറൈസ് ചെയ്ത് നോക്കും. ആ റൈറ്റിംഗ് സ്റ്റൈൽ ഞാൻ എപ്പോഴും പിള്ളേരോട് പറയും, അത് കണ്ടന്റ് മഗപ്പ് ചെയ്യുന്നതിനേക്കാളും നിങ്ങൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ട ഇതാണ്. കാരണം നമുക്ക് എസ്സേക്ക് നമുക്ക് സ്വന്തമായിട്ട് പ്രിപ്പയർ ചെയ്യണം, അല്ലെങ്കിൽ എനിക്കൊന്ന് തയ്യാറെടുക്കണം എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ഈ പറയുന്ന ഹിന്ദുവിന്റെ എഡിറ്റോറിയൽ കൃത്യമായിട്ട് ആ ഫ്ലോ മനസ്സിലാക്കിയെടുക്കുക, റൈറ്റിംഗ് സ്റ്റൈൽ കിട്ടുക എന്നുള്ളത് തന്നെയാണ് തീർച്ചയായിട്ടും. നമ്മുടെ ഈ ആൻസർ റൈറ്റിംഗിലേക്ക് വരുമ്പോഴേ ഇപ്പോഴും ഒരുപാട് കുട്ടികൾ ചിന്തിക്കുന്നത് ഇതെന്തോ ഭയങ്കര സംഭവമാണ് എന്ന് ചിന്തിക്കുന്ന കുറേ പേരുണ്ട്. അതേസമയം ഇപ്പൊ ക്ലിയർ ചെയ്ത് എപ്പോഴും ഇവർക്കൊരു ഒരു ടോപ്പറിന്റെ ടെസ്റ്റിമോണിയൽ ആയിരിക്കും ചിലപ്പോൾ അവർ വിശ്വസിക്കുന്നത്. ഇപ്പൊ നമുക്ക് ഒരുപാട് പേരെ അറിയാം. ഇപ്പൊ ക്ലിയർ ചെയ്ത ആൾക്കാരുടെ ഒക്കെ ഒരു ജേണി എവിടെ നിന്ന് തുടങ്ങി എന്നുള്ളത് നമുക്കറിയാം. അതിപ്പോ നമ്മുടെ പാർവതി ആണെങ്കിലും നിഖിലാണെങ്കിലും അല്ലെങ്കിൽ ശ്വേതയാണെങ്കിലും ഓൾ ദീസ് ഗൈസ് ഐ വുഡ് സേ ദേ ഓൾ സ്റ്റാർട്ട് ഫ്രം ദ സ്ക്രാച്ച്. ഇപ്പൊ ഇവരൊക്കെ തുടങ്ങിയപ്പോൾ ഇവർക്ക് ഈ പറഞ്ഞ എല്ലാ പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു. ഒരു ക്വസ്റ്റ്യൻ നോക്കിക്കഴിഞ്ഞാൽ അത് വായിച്ചാൽ മനസ്സിലാവുന്നില്ല, പ്രോപ്പറായിട്ട് അതിനെ ബ്രേക്ക് ഡൗൺ ചെയ്യാൻ പറ്റുന്നില്ല, കൺക്ലൂഷൻ എഴുതാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ഇൻട്രൊഡക്ഷൻ എഴുതാൻ പറ്റുന്നില്ല, സാർ പറഞ്ഞ പോലെ ഈ എക്സാമ്പിൾസോ കറണ്ട് അഫയേഴ്സോ ഇന്റഗ്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ ഇവരുടെ വിചാരം ഐ ആം നത്തിങ് ഇൻ ദീസ് മെയിൻസ് പാർട്ട്, ഐ ആം ഡൺ, എന്നെ കൊണ്ടാവത്തില്ല എന്ന് വിചാരിച്ച് ഈ പറഞ്ഞതുപോലെ 1-2 ആൻസർ എഴുതി ഗിവ് അപ്പ് ചെയ്യുന്ന കുറെ പേരെ കണ്ടിട്ടുണ്ട്. അല്ലെങ്കിൽ ചിലർ ഇങ്ങനെ ചിന്തിക്കും, ഒരു ടെസ്റ്റ് എഴുതി ബാക്കി എല്ലാവരും 20 ക്വസ്റ്റ്യൻസും കംപ്ലീറ്റ് ചെയ്തു, എനിക്ക് 5 ചെയ്യാൻ പറ്റുള്ളൂ, അപ്പോൾ എന്നെ കൊണ്ടാവത്തില്ല, അങ്ങനെ ഗിവ് അപ്പ് ചെയ്യുന്നവരുണ്ട്. അപ്പോൾ നമ്മൾ കണ്ടേക്കുന്ന ഒരു ജേണി എന്ന് പറയുന്നത് ഈ ടോപ്പേഴ്സ് എല്ലാം ദേ ഹാവ് ഗോൺ ത്രൂ ഓൾ ദീസ് ഫേസസ്. വി ഹാവ് സീൻ ഇനീഷ്യലി അവർക്ക് പേപ്പർ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല, അല്ലെങ്കിൽ കുറച്ച് ആൻസേഴ്സ് നന്നായിട്ട് എഴുതി കുറെ എണ്ണം സ്കിപ്പ് ചെയ്തു. ഇവരെല്ലാവരും ഈ ഒരു അവസ്ഥയിലൂടെയാണ് കടന്നു പോയേക്കുന്നത്. പിന്നെ നമ്മൾ ഇത്രയും വർഷങ്ങളായിട്ട് കാണുന്ന ഒരു ട്രാക്ക് എന്ന് പറയുന്നത് എക്സ്ട്രാ ഓർഡിനറി ആൻസേഴ്സ് എഴുതിയിട്ടല്ല ആരും ടോപ്പർ ആവുന്നത്. ദേ ജസ്റ്റ് ഡൺ ജസ്റ്റിസ് ടു ദ ഡിമാൻഡ് ഓഫ് ദ ക്വസ്റ്റ്യൻ. അറ്റ്ലീസ്റ്റ് 20 ക്വസ്റ്റ്യൻസിൽ 18 ക്വസ്റ്റ്യൻസ് ഡീസെന്റ് ആയിട്ടായിട്ട് ഒരു ഡീസെന്റ് ആൻസർ എഴുതിയിട്ടുള്ളൂ. വി ഹാവ് ഗോൺ ത്രൂ ദ ആൻസേഴ്സ് ഓൾസോ. അപ്പോൾ അത് ആക്ച്വലി ഈ ഒരു സംഭവം ഒരുപാട് പേർക്ക് ഇപ്പോഴും വലിയൊരു പ്രശ്നമാണ്. ദേ സ്റ്റിൽ ബിലീവ് ദാറ്റ് സംതിങ് ഏലിയൻ ആയിട്ടുള്ള എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള എന്തോ സാധനം ആൻസറിലേക്ക് വന്നാലേ സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് ചിന്തിക്കുന്ന ഒരുപാട് പേരുണ്ട്. ബട്ട് ദ റിയാലിറ്റി ഈസ് ലൈക്ക് യു ജസ്റ്റ് റൈറ്റ് ദ ഡീസെന്റ് ആൻസർ, വട്ട് എവർ ദ ക്വസ്റ്റ്യൻ ഡിമാൻഡ്സ്, ജസ്റ്റ് എന്താ പറയുക അതിന്റെ ഡിമാൻഡ്സിനെ മീറ്റ് ചെയ്യാന്നുള്ള ഒരു സംഭവമാണ്. അപ്പോൾ ഇവിടെ ഇപ്പൊ നസീർ സാറ് മൾട്ടിപ്പിൾ മെയിൻസ് കൊടുത്തിട്ടുണ്ട്. IFSന്റെ ലൈക്ക് റീസെന്റ് മെയിൻസ് ക്ലിയർ ചെയ്തു.
എൻ്റെ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഈ ആൻസർ റൈറ്റിങ്ങിൽ ഒരു ബിഗിനർക്ക് ഒരു ടിപ്പ് കൊടുക്കുകയാണെങ്കിൽ എന്തായിരിക്കും നസീർ എക്സ്പീരിയൻസ് എന്ന് പറയാനുള്ളത്? ഏറ്റവും സിമ്പിളായിട്ട് പറഞ്ഞു, ഇപ്പോൾ രാജ് സാർ പറഞ്ഞതെന്ന് കോട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മെയിൻസിന് പ്രത്യേകിച്ചൊന്നും പ്രിപ്പയർ ചെയ്യാനില്ല. സത്യം പറഞ്ഞു, കണ്ടന്റ് ആവശ്യത്തിൽ കൂടുതലുണ്ട്. പ്രിലിംസിനും മെയിൻസിനും ആകെ ചില ടോപ്പിക്ക് മാത്രമേ എക്സ്ട്രാ മെയിൻസിനും ഉള്ളൂ. പിന്നെ ഈ പറയുന്ന ചില ടോപ്പിക്ക് ഇല്ല, ചില ടോപ്പിക്ക് ഉണ്ട് പ്രിലിംസുമായിട്ട് സംബന്ധിച്ച് നോക്കുമ്പോൾ. ബാക്കി എല്ലാം നമ്മൾ പഠിക്കുന്നതാണ്. ഇപ്പോൾ വേൾഡ് ഹിസ്റ്ററി പോലെയുള്ള ചില സാധനങ്ങൾ എക്സ്ട്രാ നമ്മൾ മെയിൻസിന് പഠിക്കണം, എത്തിക്സ് ഒക്കെ പോലത്തെ ഉള്ളത്. പക്ഷേ അതർവൈസ് ഇപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ ഇപ്പോൾ റീസെൻ്റ്ലി അപ്പോൾ IFSൻ്റെ മെയിൻസ് ഇപ്പോൾ കഴിഞ്ഞ നവംബറിൽ ചോദിച്ചപ്പം അതിന് ചോദിക്കുന്ന ചോദ്യം ഹർഷവർദ്ധനയുടെ പീരീഡിൻ്റെ പൊളിറ്റിക്കൽ ആൻഡ് റിലീജിയസ് ഇമ്പോർട്ടൻസ് ആണ് ചോദിക്കുന്നത്. ഒന്നുമില്ല, അദ്ദേഹം ഈ പറയുന്ന ചാലൂക്യാസുമായിട്ടുള്ള യുദ്ധവും കാര്യങ്ങളും എന്താണ് റൂളർ പുളകേശൻ ഇവിടെ ഉണ്ടായിരുന്നതുകൊണ്ട് ഹർഷവർദ്ധന് നോർത്തിൽ നിന്ന് സൗത്തിലേക്ക് വരാൻ പറ്റില്ല. ഇതാണ് പൊളിറ്റിക്കൽ ഇമ്പോർട്ടൻസ്. റിലീജിയസ് ഇമ്പോർട്ടൻസ് പുള്ളിക്കാരൻ ഈ പറയുന്ന ഹ്യൂൻ സാങ്ങിനെയൊക്കെ പാട്രണൈസ് ചെയ്തു, ബുദ്ധിസവുമായിട്ട് ബന്ധപ്പെട്ട് ഇത്രയേ ഉള്ളൂ കാര്യം. ഈ സത്യം പറഞ്ഞ ഈ 2-3 പോയിന്റ് ഉണ്ടെങ്കിൽ മതി, സോളിഡ് 2-3 പോയിന്റ് മതി. ബാക്കി നമുക്ക് നമ്മുടെ കയ്യിൽ നിന്നിടാം. ആ കയ്യിൽ ഇടുന്നതിനൊരു വൃത്തി വേണം. ആ കയ്യിലിടുന്നത് നമ്മൾ എന്താ പറയുക, തോന്നിവാസം കാണിച്ചിട്ട പോലെ തോന്നരുത്. ഈ 2-3 പോയിന്റിനെ സിസ്റ്റമാറ്റിക് ആയിട്ട് ഇടയ്ക്കിടയ്ക്ക് പ്ലേസ് ചെയ്തിട്ട് ബാക്കി കയ്യിൽ നിന്നിട്ട് നമുക്ക് കാച്ചാം. അത് മതി. ഇപ്പോൾ സാറ് പറഞ്ഞ പോലെ ഒരു ടോപ്പറും ഹൈഫൈ ആൻസർ അല്ല, മാക്സിമം 2-3 പോയിന്റേ ഉള്ളൂ. ബാക്കി കണ്ടാൽ വൃത്തികേടില്ലാത്ത നിലയിൽ നമ്മൾ പോയിന്റ്സ് ക്രിയേറ്റ് ചെയ്ത് അങ്ങ് എഴുതി വെച്ചിരിക്കുകയാണ്. ഇദ്ദേഹത്തിന്റെ പൊളിറ്റിക്കൽ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞിട്ട് ഈ ഹ്യൂൻ സാങ്ങിൻ നമ്മുടെ പുലകേശൻ എന്ന് പറയുന്ന ആള്, ചാലൂക്യൻ റൂളർ, ഇദ്ദേഹത്തിനെ തടഞ്ഞു നിർത്തി എന്നുള്ളതാണ് മെയിൻ പൊളിറ്റിക്കൽ ഇമ്പോർട്ടൻസിൽ പറയുന്ന പോയിന്റ്. ബാക്കി അദ്ദേഹം നടത്തിയിട്ടുള്ള കുറേ അവിടെ ഇവിടെ യുദ്ധങ്ങൾ നടത്തി, വാസ്റ്റ് എംപയർ ആയിരുന്നു, ലാസ്റ്റ് മെയിൻ റൂളർ ഓഫ് നോർത്ത് ഇന്ത്യ ആണ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കാച്ചുന്ന പോയിന്റാണ്. അപ്പോൾ കാണുമ്പോൾ ശരിയാണ്, പക്ഷേ സിഗ്നിഫിക്കൻ്റ് ഒരു വലിയ എക്സാമ്പിൾ ഒന്നും അതിൻ്റെ അത് പറഞ്ഞിട്ടൊന്നുമില്ല. അപ്പോൾ എന്ന് പറഞ്ഞല്ലേ നമ്മൾ സാർ അതിലേക്ക് കാര്യം ആഡ് ചെയ്യേണ്ടത്, ഇപ്പോൾ സാറ് പറഞ്ഞ പോയിന്റ്സിൽ ഇത് പ്ലേസ് ചെയ്യുന്ന ഒരു രീതി ഉണ്ടല്ലോ. ഇപ്പോൾ ജനറലായ പോയിന്റ്സ് ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ ഇപ്പോൾ നമുക്കറിയാവുന്നത്, അത് ആദ്യം പ്ലേസ് ചെയ്യണോ, അത് രണ്ടാമത് പ്ലേസ് ചെയ്യണോ, അവിടെയാണ് ആ റൈറ്റ് ഗെയിം. അപ്പോൾ അതാണ് നമ്മൾ ഈ ഒരു പ്രോഗ്രാം കൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഇവാലുവേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഈ പറയുന്ന കണ്ടന്റ് ഇത് എഴുതുന്ന എല്ലാവരുടെയും ഉണ്ടാവും, പക്ഷേ ഇത് പലർക്കും കിട്ടിയ മാർക്ക് വ്യത്യാസമാവുന്ന എങ്ങനെയാണ്, ഈ തന്നിരിക്കുന്ന സാധനം എങ്ങനെ പ്രസന്റ് ചെയ്യുന്നു, അതാണ് നമ്മൾ ഇവാലുവേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മെയിൻസിന് പോകുന്ന ഇത്തവണ മെയിൻസ് എഴുതാൻ പോകുന്ന ആൾക്കാരോട് ഏറ്റവും സിമ്പിളായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മൾ ഹിസ്റ്ററിയുടെ കാര്യം മാത്രം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഏൻഷ്യൻ്റ് മിഡീവിലൊക്കെ ആൾക്കാർ ഭയങ്കര ഡിഫിക്കൽട്ട്, ശരിക്കും ഒന്നുമില്ല, ആകെപ്പാടെ 8-10 കിങ്ഡംസ് ഉണ്ട്. ആ എല്ലാ കിങ്ഡംസിൻ്റെയും ഒരു 4-5 പോയിന്റ് പഠിച്ചു വെച്ചാൽ കഴിഞ്ഞു, എത്രയേ ഉള്ളൂ. ഇത് കുറേ ഉണ്ടെന്ന് വിചാരിച്ചിട്ട് ചെയ്യുന്നില്ല. ഇപ്പോൾ ഗൂഗിൾ സാർ പറഞ്ഞാൽ സാറിന് നോട്ട് ഉണ്ടായിരുന്ന കാര്യം പറഞ്ഞു. ആ നോട്ടിൽ ഇപ്പോൾ നമുക്ക് നെറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഒരുപാട് റിസോഴ്സസ് ഇങ്ങനെ കിടക്കുകയാണ്. ഇത് മുഴുവനും ഡൗൺലോഡ് ചെയ്ത് വെച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ആവശ്യമില്ല. നമ്മൾ പഠിച്ച നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഗാലറിൻ്റെ മെറ്റീരിയൽ, ഇപ്പോൾ ജസ്റ്റിൻ സാറിൻ്റെ നോട്ടിൽ നിന്ന് ഓരോ കിങ്ഡത്തിൻ്റെയും ഏറ്റവും മെയിൻ ഒരു 4-5 പോയിന്റ് എടുത്തു വെച്ചാൽ മതി. കാരണം മെയിൻസിന് ഉപയോഗിക്കാൻ പറ്റുന്ന പോയിന്റും പ്രിലിംസിന് നമ്മൾ പഠിച്ച പോയിന്റും 2 വ്യത്യാസമുണ്ട്. ഇതിൽ കുറച്ചുകൂടി അനലിറ്റിക്കലായിട്ട് എഴുതേണ്ടതുണ്ട്. അവരുടെ ആ സിഗ്നിഫിക്കൻസ് എന്താണ്, ഇപ്പോൾ ഗുപ്ത ഇറ എന്തുകൊണ്ട് ഗോൾഡൻ ഇറ ആകുന്നു, അതിന് പറയുന്ന ഒരു 4 പോയിന്റ്. അവർ സയൻസ് ആൻഡ് ടെക്നോളജിക്ക് എന്ത് കൊടുത്തു, അല്ലെങ്കിൽ കൾച്ചറുമായിട്ട് ബന്ധപ്പെട്ട് എന്ത് കൊടുത്തു, റിലീജിയസ് ഇത്, അങ്ങനെ ഒരു 4 സിഗ്നിഫിക്കൻറ്റ് പോയിന്റ്. നമുക്ക് UPSCയുടെ PYQ നോക്കുമ്പോൾ അറിയാം ഈ പർട്ടിക്കുലർ കിങ്ഡത്തിനെ കുറിച്ച് എന്താണ് ചോദിക്കുന്നത്. ഇപ്പോൾ ചോളാസിനെ കുറിച്ച് ചോദിച്ചാൽ അവരുടെ കൾച്ചർ റിലേറ്റഡ് ആയിട്ടുള്ള സാധനങ്ങൾ, ആർക്കിടെക്ചറിനെ കുറിച്ച് ചോദിക്കും, രാജരാജേശ്വരം. അപ്പോൾ ഞാൻ പറയുന്നത് നമ്മൾ PYQ നോക്കുമ്പോൾ രാജ് സാർ പറഞ്ഞാൽ റിപ്പീറ്റിംഗ് ആണ്, തീംസ് റിപ്പീറ്റിംഗ് ആണ്. അപ്പോൾ എന്ത് തീമാണ് ചോദിക്കുന്നതെങ്കിൽ ആ തീമിനെ കുറിച്ച് ഒരു ഫ്യൂ പോയിന്റ്സ് നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ നമുക്ക് കിട്ടും ആ സാധനം. ഇപ്പോൾ സയൻസ് ആൻഡ് ടെക് ആണെങ്കിലും എല്ലാം അവർ സ്ഥിരം ചോദിക്കുന്നു. ഇപ്പം കഴിഞ്ഞ തവണ തോന്നുന്നു ജെയിംസ് വെബ് ടെലസ്കോപ്പ് എല്ലാ ദിവസവും പത്രത്തിൽ ഉണ്ടായിരുന്ന സാധനമാണ്. അല്ല, അങ്ങനെ ഒരു സാധനം എല്ലാ കൊല്ലം ചോദിക്കുകയും ചെയ്യും. ചന്ദ്രനെ കുറിച്ച് അപ്പൊ ഇക്കൊല്ലം എന്താണ് ചോദിക്കാൻ വരുന്നത് നമുക്കറിയാം. നമ്മുടെ ഗഗൻയാൻ മിഷനെ കുറിച്ചോ നമ്മൾ വരാൻ പോകുന്ന ശുക്രയാൻ മിഷനെ കുറിച്ചോ ഒക്കെ ആയിരിക്കും ചോദിക്കുന്നത്. അപ്പം ഇതിനെക്കുറിച്ചൊക്കെ ഒരു 2-3 പോയിന്റ് മതി. എല്ലാം അറിയുകയും വേണ്ട, ഒരു 3 പോയിന്റ് ചെയ്താൽ മതി. ഇത് ഈസിലി ഡുവബിൾ ആണ്. ആക്ച്വലി ഇപ്പം നമ്മൾ വേൾഡ് ഹിസ്റ്ററി ആണെങ്കിലും അവർ ചോദിക്കുന്ന ഏരിയ എന്നാൽ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. ആ ചോദിക്കുന്ന ഏരിയനെ കുറിച്ച്, ആ മെയിൻ ഇവന്റിനെ കുറിച്ച് ഒരു ഓവറോൾ ഐഡിയ, ഓക്കെ ആ കഥ, ഓക്കെ ഇത് എല്ലാ ചരിത്രം എന്ന് പറഞ്ഞാൽ തന്നെ കഥയാണല്ലോ, ഇതാണ് സംഭവിച്ചത്. പിന്നെ ആ സംഭവിച്ചതിൻ്റെ ഇടയ്ക്ക് പുട്ടിന് പീര പോലെ ഇട്ട് കൊടുക്കാൻ അതിലെ മെയിൻ 2-3 ഇവന്റിന്റെ പേര്, അല്ലെങ്കിൽ ഇതാണ് സംഭവിച്ചത്. ഇപ്പോൾ ബോസ്റ്റൺ ടീ പാർട്ടി എന്തായിരുന്നു, അത് കറക്റ്റ്ലി അവിടെ പ്ലേസ് ചെയ്താൽ മതി. ആ കഥ നമുക്കറിയാമെങ്കിൽ കഥ നമുക്ക് എഴുതാം. അതിൻ്റെ അകത്ത് 2-3 എക്സാമ്പിൾ സാർ പറഞ്ഞ പോലെ സ്ട്രാറ്റജിക്കലി ഫില്ല് ചെയ്യാം. ഇതാണ് നമ്മളുടെ മെയിൻസ് പ്രോഗ്രാമിൽ നമ്മളിവിടെ ചെയ്യിച്ചു കൊടുക്കുന്ന കാര്യം.
നമ്മൾ അവരോട് പറയുന്നത് ഇത് മുഴുവനും പഠിക്കാൻ നിൽക്കുകയല്ല. ഇപ്പോൾ നമ്മുടെ മെയിൻ ടെസ്റ്റ് സീരീസിന് ജോയിൻ ചെയ്യുന്നവരോട് നമ്മൾ പറയുന്നത് ഇപ്പോൾ ഒരാഴ്ച സിസ്റ്റമാറ്റിക് ആയിട്ടൊരു സിലബസ് ഉണ്ടായിരിക്കും. ഇത് ആളുകൾ ഇപ്പോൾ പ്രിലിംസിന് ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ടോട്ട് വായിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുമെന്ന് പറയുന്നതിന് അതിന് പകരം ഇതിലെ ഈ സിലബസിലെ സ്ഥിരം ചോദിക്കുന്ന കോർ ഏരിയ ആദ്യം അങ്ങ് പഠിച്ചങ്ങ് തീർക്കുക. അപ്പം തന്നെ നമുക്ക് ഈ ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാനുള്ള ഒരു കോൺഫിഡൻസ് ആയി. 20 ചോദ്യം നിങ്ങൾ അറ്റൻഡ് ചെയ്യേണ്ടത്. ഇനിഷ്യലുള്ള ടെസ്റ്റ് നിങ്ങൾ അറ്റൻഡ് ചെയ്യേണ്ട, പതിയെ എത്തിയാൽ മതി. മെയിൻസ് ആവുമ്പോൾ 20 ചോദ്യത്തിലേക്ക് എത്തിയാൽ മതി. ഇനിഷ്യലി ആ ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാനുള്ള ഒരു കോൺഫിഡൻസ് ആണ്. ഒരു 10 ചോദ്യത്തിന് മുകളിൽ എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു കണ്ടന്റ് മാത്രം ഞാൻ പഠിച്ചിട്ട് പോകുന്നു. അപ്പോൾ കുറേ ടോപ്പിക്ക് ബാക്കി അവിടെ കിടക്കും, കുറേ ചോദ്യം അറ്റൻഡ് ചെയ്യാനും പറ്റത്തില്ല. പക്ഷേ ആ ടെസ്റ്റ് ഞാൻ കോൺഫിഡൻ്റ്ലി അറ്റൻഡ് ചെയ്യും. അടുത്ത റൗണ്ടിലേക്ക് വരുമ്പോൾ അതിൻ്റെ ഈ പർട്ടിക്കുലർ GS1-ൻ്റെ തന്നെ സെക്കൻഡ് ടെസ്റ്റ് ആകുമ്പോഴത്തേക്കും ആ ബാക്കിയുള്ള പോർഷൻ അങ്ങ് പഠിക്കുക. ആദ്യം പഠിച്ച് വെച്ച് ഒന്ന് റിവൈസ് ചെയ്യുക. ഇത്രയേ ഉള്ളൂ. അപ്പോൾ കുറച്ച് മാത്രം പഠിച്ചിട്ട് ടെസ്റ്റ് എഴുതാനുള്ള ഒരു കോൺഫിഡൻസ് ആദ്യം ഉണ്ടാക്കിയെടുക്കുക. ഫസ്റ്റ് ടെസ്റ്റോട്ട് അറ്റൻഡ് ചെയ്യുക. നിങ്ങൾ 5 ക്വസ്റ്റനോ 6 ക്വസ്റ്റനോ അറ്റൻഡ് ചെയ്താൽ മതി ഫസ്റ്റ്. പക്ഷെ അറ്റൻഡ് ചെയ്യും. അപ്പം ആ എക്സാം ഹാളിൽ വന്നിരുന്നിട്ട് എല്ലാവരും ചെയ്യുന്നതിനോടൊപ്പം ചെയ്ത് അടുത്ത തവണ ഒരു ക്വസ്റ്റ്യനും കൂടെ കൂടുതൽ ചെയ്യാൻ പറ്റിയാൽ നമ്മൾ ജയിച്ചു. ഇത് 3 മാസം കൊണ്ട് 20 ചോദ്യത്തിലേക്ക് എത്തിയാൽ മതി. ഇനി മെയിൻസിന് 20 ചോദ്യം എഴുതാനും ആർക്കും പറ്റത്തില്ല. ഒരു 18-19 നിൽക്കും എല്ലാവരുടെ അറ്റംപ്റ്റ്. അപ്പം അതും പ്രാക്ടിക്കലി വെച്ചാൽ നമ്മൾ പെർഫെക്ഷനിസ്റ്റ് ആവാൻ പോകുന്നിടത്താണ് നമ്മൾ തോറ്റു പോകുന്നത്. ഒരു സ്റ്റെപ്പ് എടുത്തങ്ങ് വെച്ചാൽ മതി. ഇത്രയേ ഉള്ളൂ. നസീർ സാർ പറഞ്ഞത് ഈ കോൺഫിഡൻസിൻ്റെ കേസ് പറയുമ്പോൾ ഒരുപാട് ബിഗിനേഴ്സിലൊരു മിസ്കൺസെപ്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ കണ്ടൻറ്റ് വായിക്കുന്നു, ക്വസ്റ്റ്യൻ കിട്ടുന്നു, ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ നമ്മൾ വായിച്ച കണ്ടൻറ്റിൽ നിന്ന് നമ്മളിങ്ങനെ അതിലേക്ക് ആൻസർ രൂപപ്പെടുത്തിയെടുക്കുന്നു. പക്ഷേ ഒരു പരിധി വരെ ഇപ്പോൾ നമ്മുടെ ടോപ്പേഴ്സ് ആയാലും ഒട്ടുമിക്കാലും നമ്മൾ മെയിൻസ് കൊടുക്കുമ്പോഴും ചെയ്യുന്ന കാര്യം കുറേ റെഡിമെയ്ഡ് സാധനങ്ങൾ നമ്മുടെ കയ്യിലുണ്ട്. ആക്ച്വലി നമ്മൾ പഠിച്ചു വെച്ചതിൽ നിന്ന് ആകാശത്ത് നിന്ന് വലിച്ചെടുത്ത് എഴുതുന്നതല്ല. ഇപ്പോൾ പോവേർട്ടിയെ പറ്റി ഒരു ചോദ്യം വന്നാൽ കൊടുക്കേണ്ട ഇൻട്രൊഡക്ഷൻ എന്താണ്, കൺക്ലൂഷൻ എന്താണ്, അത് റെഡിമെയ്ഡ് ആണ്. അപ്പോൾ അങ്ങനെ ഒരുപാട് പേര് ചെയ്യുന്നതാണ് ഒരു 5 point തിയറി എന്ന് പറയുന്ന സംഭവം. അതായത് ഈ സിലബസിൽ വരുന്ന എല്ലാ ടോപ്പിക്സും നമ്മൾ പറയുന്ന സോ കോൾഡ് ചാൻസസ് വരാൻ സാധ്യതയുള്ള ക്വസ്റ്റിനെ പറ്റി ഒരു 5 പോയിന്റ്സ് എല്ലാത്തിനും ഒരു കോറായ 5 പോയിന്റ്സ് റെഡിയാക്കി വയ്ക്കും. ഈ റിവിഷൻ എന്ന് പറഞ്ഞാൽ ഈ സംഭവമാണ് റിവൈസ് ചെയ്യുന്നത്. ഓക്കെ, അൾട്ടിമേറ്റ്ലി കുറേ കണ്ടന്റ് വരെ ഓൾറെഡി റെഡിമെയ്ഡ് ആണ്, ഈ പറയുന്ന ഒട്ടുമിക്ക ക്ലിയർ ചെയ്യുന്ന ആൾക്കാരുടെ കയ്യിൽ. അപ്പോൾ ഈ റെഡിമെയ്ഡ് സംഭവം ഈ മെയിൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കുറേ പഠിച്ചതിന് കുറേ അതിൽ നിന്ന് ഇങ്ങനെ വലിച്ചെടുത്ത് എഴുതുന്ന പരിപാടിയൊന്നുമല്ല. അങ്ങനെ ചെയ്യേണ്ടി വരും പല ക്വസ്റ്റ്യനിൽ. പക്ഷെ എന്നിരുന്നാലും ഒരുപാട് കാര്യങ്ങളിൽ നമ്മൾ ആ നോട്ട് മേക്കിംഗ് എന്ന് പറഞ്ഞ പ്രോസസ്സും ആ റിവിഷൻ എന്ന പ്രോസസ്സും വലിയ കീ ഉണ്ട്. ഈ ഇൻട്രൊഡക്ഷൻ കൺക്ലൂഷനൊക്കെ പലരും ഇങ്ങനെ വിട്ട് കളയും. പക്ഷേ ഇതിൽ നിന്ന് കിട്ടുന്ന ഒരു 1/2 മാർക്ക്, ഇപ്പോൾ ഒരു ചോദ്യത്തിന് ഒരു 1/2 മാർക്ക് വെച്ച് കിട്ടിക്കഴിഞ്ഞാൽ നമ്മളൊരു 18 ചോദ്യം അറ്റൻഡ് ചെയ്താൽ 9 മാർക്ക് വരുന്നു. അതിന് 4 പേപ്പറിൽ വന്ന് 36 മാർക്കായി. എത്ര റാങ്കിൻ്റെ വ്യത്യാസം വരും അല്ലേ? സോ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കുറേയൊക്കെ റെഡിമെയ്ഡ് ആണെന്നുള്ള കാര്യം കൂടി തിരിച്ചറിയണം. അതായത് നമ്മൾ അത് ഒരു ദിവസം കൊണ്ടിരുന്ന കുറേ ഇൻട്രൊഡക്ഷൻ എഴുതി വെക്കുന്നതല്ല. ഓവർ എ പീരീഡ് ഓഫ് ടൈം നമുക്ക് കിട്ടുന്ന കാര്യങ്ങളും വരുന്ന ചോദ്യങ്ങളും PYQs നോക്കിയിട്ട് നമ്മൾ അതാണ് ഈ നോട്ട് മേക്കിംഗ് പ്രോസസ്സിൻ്റെ ഒരു സിഗ്നിഫിക്കൻസ്. അപ്പോൾ അങ്ങനെ ഒരു കണ്ടന്റ് നമ്മുടെ കയ്യിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ എഴുതുന്ന കോൺഫിഡൻസ് കുറച്ചുകൂടി നമുക്ക് ബെറ്റർ ആയിട്ട് നമുക്ക് പ്രസന്റ് ചെയ്യാൻ പറ്റും നമ്മുടെ ഐഡിയാസ്. രാജ് സാർ ഇപ്പം പറഞ്ഞ പോലെ ഇതൊക്കെ ചെയ്യണം എന്നുണ്ടെങ്കിൽ എന്ത് വേണം? കൃത്യമായിട്ട് നമ്മളൊന്ന് സിലബസ് മനസ്സിലാക്കണം, PYQ അനാലിസിസ് നടത്തണം. എന്നാലും ഇപ്പം സാറിന്റെ എക്സ്പീരിയൻസിൽ കൂടെ പറഞ്ഞത്. ഇത്രയും വർഷമായിട്ട് ഈ ഫീൽഡിൽ നിൽക്കുന്നതുകൊണ്ട് ഇപ്പൊ ഇന്ന ഒരു ടോപ്പിക് ന്യൂസിൽ കണ്ടു കഴിഞ്ഞാൽ ഓക്കെ ഇത് വരാൻ സാധ്യതയുണ്ട്. കാരണം പുള്ളിയുടെ മനസ്സിൽ ഓൾറെഡി സിലബസും ഉണ്ട്, PYQ ഉണ്ട്. ഇപ്പം നോട്ട് മേക്കിംഗ് ഇപ്പം സാറ് പറഞ്ഞവർക്ക് ഒരുപാട് പഠിക്കണ്ട, കുറച്ച് പഠിച്ചാൽ മതി അല്ലേ? പക്ഷെ അത് എന്ത് പഠിക്കണം എന്നുള്ളത് എങ്ങനെ മനസ്സിലാവും? അത് നമുക്ക് സിലബസ് കൃത്യമായിട്ട് പഠിച്ചേ പറ്റൂ. അപ്പം നമ്മളിവിടെ കഴിഞ്ഞ വർഷം നമ്മുടെ മെയിൻസിന്റെ ബാച്ചിൽ ക്ലാസ് എടുക്കുമ്പോഴാണ് ടെസ്റ്റ് സീരീസ് നടത്തുമ്പോഴാണ് നമ്മളിതെല്ലാം ഒരു റെഡിമെയ്ഡ് പാക്കേജ് കുട്ടികൾക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. എല്ലാം, അതായത് ഇപ്പം നോട്ട് ആയിക്കോട്ടെ, എക്സാമ്പിൾസ് ആയിക്കോട്ടെ, സ്റ്റാറ്റ്സ് ആയിക്കോട്ടെ, എല്ലാം റെഡിമെയ്ഡാണ്. കാരണം നമ്മളിവിടെ ഓൾറെഡി പ്രൊജക്ട് ചെയ്ത് വെച്ചിരുന്നു. ഇന്ന ചോദ്യങ്ങൾ ചോദിക്കാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ഇന്ന ഏരിയാസിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുണ്ടെന്ന് പ്രൊജക്ട് ചെയ്തുകൊണ്ട് നമുക്കത് കുട്ടികൾക്ക് റെഡിമെയ്ഡായിട്ട് കൊടുക്കാൻ പറ്റി. അത് അവർക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുണ്ട്. അപ്പൊ ഈ വർഷത്തെ നമ്മുടെ പ്ലാൻ എന്താ? ഇപ്പോൾ ക്വസ്റ്റ്യൻ മേക്കിംഗ് ഒക്കെ ഏകദേശം ഒരേപോലെ തന്നെ. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ നമ്മൾ പ്രെഡിക്റ്റ് ചെയ്തിട്ട് കൃത്യമായിട്ട് ന്യൂസ് പേപ്പറിൽ നിന്നാണെങ്കിലും പ്രീവിയസ് ക്വസ്റ്റിനിൽ നിന്നാണെങ്കിലും നമ്മൾ അനലൈസ് ചെയ്തിട്ട് നമ്മൾ ക്വസ്റ്റിനൊക്കെ ഉണ്ടാകുന്നത് അതേപോലെ തന്നെ ആയിരിക്കും ചെയ്യുന്നത്. അതിനകത്ത് നിങ്ങൾക്ക് ഒരു 20 to 25 ക്വസ്റ്റ്യൻ ചിലപ്പോൾ എക്സ്പെക്ട് ചെയ്യാനായിട്ട് പറ്റും പല ടെസ്റ്റിൽ നിന്നുള്ളത്. പിന്നെ ഉള്ളത് ഇപ്പോൾ നോട്ട്സ്, ഇപ്പോൾ പിള്ളേർക്ക് എന്തായാലും നോട്ട്സ് ഉണ്ടാവും. പിന്നെ അതുകൂടാണ്ട് നമ്മളിപ്പോൾ സെപ്പറേറ്റ് ആയിട്ട് നോട്ട് മേക്കിങ്ങിന് വേണ്ടിയിട്ട് എങ്ങനെയാണ് ചെയ്യേണ്ടത് നമ്മൾ പറഞ്ഞു കൊടുക്കും. ഇപ്പോൾ സ്റ്റാറ്റും എക്സാമ്പിളും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ കുറച്ച് സ്പെസിഫിക് ആയിട്ടുള്ള കാര്യങ്ങൾ എഴുതിയാൽ മാത്രമാണ് മാർക്ക് കിട്ടുള്ളൂ. കാരണം എൻ്റെ പേപ്പറും കുറച്ചുകൂടെ മാർക്ക് കൂടുതൽ കിട്ടിയ ആളുടെ പേപ്പറും നമ്മൾ കമ്പയർ ചെയ്തപ്പോഴത്തേനും അങ്ങനെയാണ് എനിക്ക് തോന്നിയത്. സോ ഇത് ഈ പറഞ്ഞ പോലെ സെപ്പറേറ്റ് ആയിട്ട് നോട്ട് വേണമെന്നുള്ള സെറ്റപ്പ് നമ്മൾ പറഞ്ഞു കൊടുക്കുകയും ചെയ്യും. എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം പറയും. അത് ഡെയിലി ഈ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. ഡെയിലി 2 ആൻസേഴ്സ് വെച്ച് എഴുതും, നമ്മൾ പറഞ്ഞു കൊടുക്കും എങ്ങനെയാണ് ചേഞ്ചസ് വരുത്തേണ്ടതെന്ന് പറയും. അപ്പോൾ ഡെയിലി ഇമ്പ്രൂവ്മെന്റ് നടക്കും. അതിപ്പോൾ എസ്സേയുടെ കാര്യത്തിലാണെങ്കിലും അങ്ങനെ തന്നെ, എത്തിക്സ് ആണെങ്കിലും ഓപ്ഷണൽ കാര്യം ഓപ്ഷണൽ സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് ചെയ്യേണ്ടി വരും. പക്ഷെ ബാക്കി GSന്റെ കാര്യം ഇത് ഓവറോൾ ആയിട്ട് കഴിഞ്ഞ പ്രാവശ്യത്തെക്കാളും ബെറ്റർ ആയിട്ട് നമ്മൾ ചെയ്യാനായിട്ട് നോക്കുന്നതാണ്. നമ്മൾ കഴിഞ്ഞ പ്രിലിംസ് ടെസ്റ്റ് സീരീസിന് ചെയ്ത പോലെ നമ്മളൊരു റിപ്പോർട്ട് കാർഡ് ഉണ്ടാക്കിയിരുന്നു.
കണ്ടൻറ്റ് മിസ് ചെയ്യുന്നുണ്ടോ അതോ ഫിലിംസിൻ്റെ ആ ഒരു എന്താ പറയുക ആ ഒരു കോൺസെപ്റ്റ് കിട്ടാത്തതുകൊണ്ടാണോ അതോ ക്വസ്റ്റ്യൻ സോൾവിങ് ഗസ്സിങ് അങ്ങനത്തെ പ്രശ്നങ്ങൾ എന്താണെന്ന് നമ്മൾ കൃത്യമായി നോക്കിയിരുന്നു. അതേപോലെ ആക്ച്വലി നമ്മുടെ ഈ തവണത്തെ പ്രോഗ്രാമിലും ഇപ്പോൾ ഓരോരുത്തരുടെ ഇഷ്യൂസ് വേറെ ആയിരിക്കും. ഇപ്പോൾ ചില ആൾക്കാർ കണ്ടൻറ്റ് ഭയങ്കര റിച്ച് ആയിരിക്കും, പഠിച്ച് കണ്ടൻറ്റ് റിച്ച് ആയിരിക്കും, പക്ഷേ ആ പ്രസൻറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല. ചില ആൾക്കാർക്ക് പ്രസൻറ്റേഷൻ റൈറ്റിംഗ് സ്കില്ലുണ്ടാവും, സ്പീഡ് ഉണ്ടാവും, പക്ഷേ ആ വേണ്ട കണ്ടൻറ്റ് ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ ഇത് സാർ നേരത്തെ പറഞ്ഞ പോലെ ഓൾ സൈസ് ഫിറ്റ്സ് ഓൾ എന്ന് പറഞ്ഞ പോലെ നമ്മളെല്ലാം കൊടുത്തിട്ട് അത് എല്ലാവർക്കും ഒരേ റിസൾട്ട് കിട്ടില്ല. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഞാൻ ഫസ്റ്റ് ടൈമറാണ്, ഞാൻ ആദ്യമായിട്ടാണ് എഴുതുന്നത്. ഇപ്പോൾ നസീബ് സാർ ഒരു തേർഡ് ടൈമറാണ്, 3ാമത്തെ പ്രാവശ്യം മെയിൻസ് എഴുതുന്ന ആളാണ്. അപ്പോൾ നസീബ് സാർ ഈ പ്രോസസ്സിൽ കൂടെ 2 വർഷം മുന്നേ പോയിട്ടുള്ള ആളാണ്, 2 വർഷം പോയിട്ടുള്ള ആളാണ്. അതേപോലെ തന്നെ അതിൻ്റെ നോട്ട്സും അതിൻ്റെ ഒരു എക്സ്പീരിയൻസും ഉണ്ടാവും. അതുമാത്രമല്ല കുറേ അൺസർട്ടൈൻ ക്വസ്റ്റ്യൻസ് വന്നാൽ എങ്ങനെ ഹിറ്റ് ചെയ്യണം എന്നുള്ള ഒരു എക്സ്പീരിയൻസ് ആണ്. എക്സ്പീരിയൻസിന് എന്തായാലും ഒരു വാല്യൂ ഉണ്ട്. അപ്പോൾ എന്നെ സംബന്ധിച്ചോളം ഞാൻ അവിടെ കൂടുതൽ എഫേർട്ട് എടുക്കേണ്ടിയിരിക്കുന്നു. അല്ലേ, നസീർ സാറിനൊപ്പം എഴുതുമ്പോൾ ഞാൻ അത്ര എഫേർട്ട് ഇടുന്നുണ്ടോ? കാരണം ഞാൻ എഴുതുന്ന ക്വസ്റ്റ്യൻസിൻ്റെ എണ്ണം കൂട്ടേണ്ടി വരും. നോട്ട് മേക്കിംഗ് നസീബ് സാറിനേക്കാൾ കൂടുതലിരുന്ന് ഞാൻ ചെയ്യേണ്ടി വരും, കാരണം എൻ്റെ ഒന്നുമില്ല, ആമ ഫ്രഷർ ഒരു പക്ഷേ. അപ്പോൾ അങ്ങനത്തെ ഒരു കാര്യങ്ങളിൽ ലൈക്ക് ആ ഒരു ഇൻഡിവിജ്വൽ ഫോക്കസ് എന്ന് പറയുന്ന പ്രോഗ്രാം നമ്മൾ എന്തായാലും കൊടുക്കണം. അത് നമ്മളെന്തായാലും കൊടുക്കുന്നുണ്ടാവും, നമ്മുടെ ഡിസൈനിങ് നടക്കുന്ന ആ രീതിയിലാണ്. അത് മാത്രമല്ല നമ്മൾ വീക്ക്ലി മെന്റർഷിപ്പായിട്ട് കൊടുക്കുന്നുണ്ടല്ലോ. അപ്പോൾ എന്തായാലും നമ്മുടെ കുട്ടികളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി അതിനുള്ള ഇമ്പ്രൂവ്മെന്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ നമ്മൾ എന്തായാലും പറഞ്ഞു കൊടുക്കണം. അത് മാത്രമല്ല സാറേ, നമുക്ക് ഇവരെ കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യാനായിട്ട് ഒരു ചാർട്ടിങ് മെക്കാനിസം വേണം. അതായത് സ്റ്റാർട്ടിങ്ങിൽ ഇവിടെയായിരുന്നു, പിന്നീട് നമ്മൾ ഇങ്ങനെ കൂടി. അപ്പോൾ അങ്ങനെ ചാർട്ടിങ് മെക്കാനിസം ഇപ്പോൾ ഒബ്വിയസ്ലി എന്താ വെച്ചാൽ നമുക്കൊരു 1.5 മാസം കഴിയുമ്പോഴേക്കും നമുക്ക് മനസ്സിലാവും ഇതാണ് നമ്മളുടെ അവസ്ഥ. വി ഗെറ്റ് ദാറ്റ് കോൺഫിഡൻസ്. അത് ഭയങ്കര ഒരു വാല്യൂ ആണ് ആക്ച്വലി നമുക്ക് എഴുതുന്ന സമയത്തെ. അപ്പോൾ അതും അങ്ങനത്തെ ഒരു കാര്യം കൂടി നമുക്ക് ഇൻക്ലൂഡ് ചെയ്തിട്ട്, പിന്നെ വാല്യൂഡേഷൻ കണ്ടന്റ് മെറ്റീരിയൽ ഒബ്വിയസ്ലി നമ്മൾ എല്ലാ കൊല്ലം ചെയ്യുന്നതാണ്. അതെന്തായാലും ഈ കൊല്ലം സെയിം ആസ് അങ്ങനെ തന്നെ നമുക്ക് കണ്ടിന്യൂ ചെയ്തു പോകാം. ഈ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമുക്ക് പുതിയ പ്രോഗ്രാം ലോഞ്ച് ചെയ്യാം. പിന്നെന്താ പുതിയ പ്രോഗ്രാം നമുക്ക് തവണ. പിന്നെ എനിക്ക് ഈ തവണ പ്രിലിംസ് എഴുതുന്ന ആൾക്കാരോട് പറയാനുള്ള ഒരു കാര്യം, പ്രിലിംസ് പാസ്സായി കഴിഞ്ഞുള്ള ഡേയ്സ് എന്ന് പറയുന്നത് ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്. അതൊരു മാജിക്കൽ മൊമെൻ്റ് ആണ്. നിങ്ങൾ ഫസ്റ്റ് ടൈം പ്രിലിംസ് ക്ലിയർ ചെയ്യുന്ന ആൾക്കാർ എക്സ്പീരിയൻസ് ഇത്തവണ ചെയ്യാൻ പോകുന്ന ഒരു റിയാലിറ്റിയാണത്. നിങ്ങൾക്ക് അന്ന് രാത്രി ഉറങ്ങാൻ പറ്റത്തില്ല. ഞാൻ സത്യം പറയുകയാണ്, എൻ്റെ ലൈഫിൽ ഞാൻ ആദ്യമായിട്ട് പ്രിലിംസ് ക്ലിയർ ആയ ദിവസം എനിക്ക് ഉറങ്ങാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ അന്ന് എറണാകുളത്ത് ബാങ്കിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ എൻ്റെ ഫ്ലാറ്റിൽ നിന്ന് രാത്രി 1:30 നടക്കാൻ ഇറങ്ങിപ്പോയി. എനിക്ക് റൂമിൻ്റെ ഉള്ളിൽ ഇരുന്നിട്ട് ശ്വാസം മുട്ടിയിട്ട്. കാരണം നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് എന്താ പറയുക, ഒരുപാട് പേരുടെ അടുത്തു നിന്നുള്ള റെസിസ്റ്റൻസ് ഒക്കെ നമ്മൾ ഫേസ് ചെയ്തിട്ട് നമ്മൾ ഫൈനലി നമ്മളുടെ ഒരു ഫസ്റ്റ് റിയാലിറ്റി എന്ന് പറയുന്നത് നമ്മൾ അച്ചീവ് ചെയ്തിരിക്കുകയാണ്. പിന്നെ ഈ പ്രിലിംസ് പാസ്സായുള്ളൊരു ഗുണം എന്ന് പറഞ്ഞാൽ, പൊതുവേ ഈ ഒരു ഏജിലൊക്കെ ഇത് പഠിക്കുന്ന ആൾക്കാരെല്ലാവരും ഫേസ് ചെയ്യുന്ന ഒരു സാധനമാണല്ലോ, നിങ്ങളിത് കിട്ടാത്തൊരു സാധനത്തിന് വേണ്ടി എന്താണ് ശ്രമിക്കുന്നുള്ളത്. അവർക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ മറുപടി, എന്തായാലും പ്രിലിംസ് ക്ലിയർ ആയ ഉറപ്പായിട്ട് മെയിൻസ് എഴുതാൻ പറ്റും. മെയിൻസ് എഴുതുന്നത് മെയിൻസ് നന്നായിട്ട് പെർഫോം ചെയ്താലും ഇല്ലെങ്കിലും റിസൾട്ട് വരാൻ ഒരു 2 മാസം പിടിക്കും, അല്ലെങ്കിൽ അത്ര സമയം എടുക്കും. അതുവരെ നമുക്ക് എല്ലാവരോടും പറയാം ഞാൻ ഇൻ്റർവ്യൂ കോൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണെന്ന് പറയാൻ പറ്റും. അതായത് ഒരു പ്രിലിംസ് ക്ലിയർ ആവുന്നതിലൂടെ നിങ്ങൾ പറയുന്നത് കാര്യം ഫൈനലി ഞാൻ ഇൻ്റർവ്യൂ കോൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ, ഇത്രയും പേരും വിചാരിക്കുന്നത് ഇനിയിപ്പോൾ നമുക്ക് ഇനി മെയിൻസ് കിട്ടിയില്ല എന്ന് വിചാരിച്ചു. അപ്പോഴും ആൾക്കാർ വിചാരിക്കുന്ന അവന് ഇൻ്റർവ്യൂ കോൾ കിട്ടിയില്ല. അല്ല, നമ്മൾ ലക്ഷക്കണക്കിന് ആൾക്കാരിൽ നിന്ന് ആയിരക്കണക്കിന് ഒരാളായി മാറിയില്ലോ. അല്ല, ഞാൻ പറഞ്ഞത് ഇതൊന്നും ഈ ലക്ഷക്കണക്കിന്റെയും 1000-ന്റെയും ഈ പ്രിലിംസ് എത്ര 1000 പേരാ ക്ലിയർ ചെയ്തെന്ന് ചിലപ്പോൾ പൊതുജനത്തിന് അറിയണ്ടാവില്ല. പക്ഷെ അപ്പോഴും അവർക്ക് സിവിൽ സർവീസ് ഇന്റർവ്യൂ കോൾ എന്നൊക്കെ പറയുന്നത് വലിയ വാക്കാണ്. അപ്പോൾ നമുക്ക് ഒരുപാട് പേരെ, ഞാൻ പറയുന്നത് നമ്മൾ ആരോടും കള്ളം പറയുന്നില്ല. മെയിൻസ് കഴിഞ്ഞാൽ പിന്നെ ഇന്റർവ്യൂ ആണുള്ളത്. മെയിൻസ് ക്ലിയർ ചെയ്താൽ ഇന്റർവ്യൂ കോൾ വെയിറ്റിംഗ് രണ്ടും റിയാലിറ്റി ഒന്നാണ്. പക്ഷെ നമ്മളൊരു ഡിപ്ലോമാറ്റിക് ആയിട്ട് അത് പ്രസന്റ് ചെയ്യുമ്പോൾ പബ്ലിക്കിന് നമ്മളോടുള്ള ഒരു പെർസെപ്ഷൻ തന്നെ മാറുകയാണ്. നമ്മളൊരു സിവിൽ സർവീസ് മെറ്റീരിയൽ ആണെന്ന് അംഗീകരിക്കും. അപ്പോൾ ഒരു തവണ പ്രിലിംസ് ക്ലിയർ ചെയ്ത ഒരാളെ സംബന്ധിച്ച് ഇൻ കേസ് ഫസ്റ്റ് മെയിൻസിൽ നിങ്ങൾക്ക് ഇൻ കേസ് ഒരു ഹഡിൽസ് ഫേസ് ചെയ്താലും, അല്ലെങ്കിൽ മേ ബി നിങ്ങൾ ജസ്റ്റ് ഒന്ന് ക്ലിയർ ആയി, നിങ്ങളൊരു ടോപ്പർ റേഞ്ചിലേക്ക് ഒരു ടോപ്പ് 100-ലൊന്നും എത്താൻ പറ്റില്ല, ജസ്റ്റ് ഒരു ക്ലിയർ ആയതേ ഉള്ളെങ്കിലും നിങ്ങളെ സമൂഹം അംഗീകരിക്കാൻ തുടങ്ങും. പിന്നെ നിങ്ങൾക്ക് ലൈഫിൽ നിങ്ങളാരും ഇത് പഠിക്കുന്നതുകൊണ്ട് നിങ്ങളെ നിരുത്സാഹപ്പെടുത്താൻ വരത്തില്ല ആരും. കാരണം അവർ നമ്മുടെ ഇടയിൽ ഒരാൾ ക്ലിയർ ആവാൻ സാധ്യതയുണ്ടെന്നുള്ള റിയാലിറ്റി അവർ തിരിച്ചറിയും. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും വളരെ കോൺഫിഡൻ്റ് ആയിട്ട് എക്സാം പോയി എഴുതുക. നമ്മളിവിടുത്തെ എല്ലാ പ്രോഗ്രാംസും, നമ്മുടെ ഇവിടെ ഗുരുശിഷ്യ എന്ന് പറയുന്ന പ്രിലിംസിനെ നിങ്ങളെ ട്രെയിൻ ചെയ്യുന്ന പ്രോഗ്രാംസ് നമ്മൾ ഓരോ തവണ ചെയ്യുമ്പോഴും നമ്മൾ നിങ്ങൾക്ക് കാണിച്ചു തന്നാണ് ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നും ഉത്തരം കണ്ടെത്തുന്ന രീതി. ഇതൊരു നോളജ് ഇൻറ്റൻസീവ് എക്സാം അല്ല. നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റിന് മാർക്ക് കുറവുണ്ടായിരുന്നെങ്കിലും കൺസിസ്റ്റൻ്റ്ലി 40 മാർക്കിൽ താഴെയായിരുന്നു നിങ്ങൾക്ക് പ്രിലിംസിൻ്റെ മോക്ക് ടെസ്റ്റിന് കിട്ടിക്കൊണ്ടിരുന്നെങ്കിൽ പോലും മനസ്സിലാക്കുക, മോക്ക് ടെസ്റ്റും UPSC പ്രിലിംസ് പേപ്പറും ഡേ ആൻഡ് നൈറ്റ് വ്യത്യാസമാണ്.
മോക്ക് ടെസ്റ്റ് നമ്മൾ രണ്ട് ആവശ്യത്തിനാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഒന്ന്, 2 മണിക്കൂർ കൊണ്ട് 100 ക്വസ്റ്റ്യൻ പ്രോസസ്സ് ചെയ്യാനുള്ള ഒരു സ്കില്ല്. 2, നമുക്ക് ഏത് ഏരിയയിലാണ് ഒന്നുകൂടെ റിവിഷൻ വരുത്തേണ്ടത്, ഏത് സബ്ജക്റ്റിലാണ് നമുക്ക് ഒന്നുകൂടെ ക്ലാരിറ്റി വരുത്തേണ്ടത്, ഇത് മാത്രം നിങ്ങൾ കൺസിഡർ ചെയ്താൽ മതി. 130 മാർക്കിന് മേലെ കൺസിസ്റ്റൻ്റ് ആയിട്ട് മേടിച്ചുകൊണ്ടിരുന്ന ഒരാളും ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നും കോമൺ സെൻസ് ബേസ്ഡ് എലിമിനേഷനിലൂടെ ഉത്തരം കണ്ടെത്തുന്ന രീതി അയാൾക്ക് പ്രോപ്പറായിട്ട് വർക്കൗട്ട് ആവുന്നില്ലെങ്കിൽ അയാൾ ക്ലിയർ ആവാനുള്ള സാധ്യത കുറവാണ്. പക്ഷേ 40 മാർക്കിൽ താഴെ കൺസിസ്റ്റൻ്റ് ആയിട്ട് മേടിച്ചുകൊണ്ടിരുന്ന ഒരാളും ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നും ഉത്തരം പ്രോസസ് ചെയ്യുന്ന രീതി PYQ നമുക്ക് സിമ്പിളായിട്ട് നോക്കിയാൽ മനസ്സിലാവും. നമ്മൾ ഗുരുശിഷ്യ പ്രോഗ്രാംസിന് നിങ്ങളെല്ലാവരും നന്നായിട്ട് അത് ട്രെയിൻ ചെയ്തതുമാണ്. നിങ്ങളായിരിക്കും ക്ലിയർ ചെയ്യാൻ പോവുക. അപ്പോൾ അതുകൊണ്ട് എത്ര ഫ്യൂ നമ്പർ ഓഫ് മോക്ക് ടെസ്റ്റേ ഞാൻ എഴുതിയുള്ളൂ എന്നുള്ളതിനെക്കുറിച്ച് വറിയേണ്ട, മോക്ക് ടെസ്റ്റിൻ്റെ മാർക്കിനെ കുറിച്ച് ഓർത്ത് വറിയേണ്ട. 2017 മുതൽ 23 വരെയുള്ള UPSC പ്രിലിംസ് പേപ്പർ എടുത്ത് നോക്കുക. ഇതൊരു നോളജ് ഇൻറ്റൻസീവ് ആയിട്ടുള്ള എക്സാം ആയിരുന്നില്ല, ഇനിയും അങ്ങനെ ആയിരിക്കത്തില്ല. ജസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നും ഉത്തരം കണ്ടെത്താൻ നമ്മൾ നിങ്ങളെ പരിശീലിപ്പിച്ച രീതി നിങ്ങൾ കണ്ടിന്യൂ ചെയ്യുക. അത് കഴിഞ്ഞിട്ടുള്ള സമയത്ത് ജസ്റ്റ് പഠിച്ചതിനെല്ലാം ഒന്ന് ബ്രഷപ്പ് ചെയ്യുക. പഠിക്കണ്ട, ഇനി പഠിക്കുകയല്ല. റിവിഷൻ എന്ന് പറഞ്ഞാൽ ആദ്യം തൊട്ട് അവസാനം വരെ സെൻറ്റൻസ് ബൈ സെൻറ്റൻസ് എടുത്ത് പഠിക്കുക എന്നുള്ളതല്ല. നമുക്കറിയാം നോളജ് ഇൻറ്റൻസീവ് ആയിട്ടോ സ്പെസിഫിക് ആയിട്ടോ UPSC ചോദിക്കുന്നില്ല. ഒരു ഓവറോൾ ഐഡിയ നമുക്ക് എല്ലാം ഉണ്ടെന്നുള്ളത് പേജ് ഒന്ന് മറിച്ച് നോക്കി എല്ലാം ഒന്നുകൂടെ കണ്ടു എന്നൊന്ന് ഉറപ്പ് വരുത്തിയിട്ട് സന്തോഷമായിട്ട് പോയി എക്സാം എഴുതുക. ഈ വർഷം നിങ്ങളുടേതാണ്. അതെ, എന്നിട്ട് നമ്മുടെ പ്രോഗ്രാമിലായിട്ട് നമുക്കൊന്ന് നേരിട്ട് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ടിരുന്ന് അടുത്ത സ്റ്റെപ്പിനെ പറ്റി നമുക്ക് എന്തായാലും അല്ലേ. അഖിൽ സാർ എന്താ പറയാൻ വന്നത്? ഇത്രയും മെയിൻസ് എഴുതിയാന്ന് തോന്നുന്നു. നസീർ സാർ ഇപ്പൊ സംസാരിച്ചാൽ പോലും മെയിൻസിന്റെ ഒരു സ്റ്റൈലില്ല. ആ പറയുന്നത് കേട്ടില്ലേ, മെയിൻസിന്റെ റിസൾട്ട് വെയിറ്റ് ചെയ്തിരിക്കുമ്പോൾ ഇന്റർവ്യൂ കോൾ നോക്കിയിരിക്കുകയാണെന്ന് പറയുന്നത്. പക്ഷെ അതൊരു പ്രസന്റേഷൻ സ്റ്റൈലിലുള്ള വ്യത്യാസമല്ലേ. അതായത് നമ്മൾ മെയിൻസ് റിസൾട്ട് വെയിറ്റ് ചെയ്യാതിരിക്കുക എന്ന് പറയുന്നത് ഇന്റർവ്യൂ കോൾ വെയിറ്റ് ചെയ്യാന്ന് പറയുന്നത് രണ്ട് സെയിം ആണ്. അല്ല, സാറ് പറഞ്ഞ വലിയൊരു കാര്യം, അതായത് നമ്മൾ പ്രിലിംസ് എഴുതി കഴിഞ്ഞ് ക്ലിയർ ചെയ്യുമ്പോൾ കിട്ടുന്ന എലിവേഷൻ ഭയങ്കര എലിവേഷനാണ്. നമുക്ക് ഇത്ര പ്രൊഡക്ടിവിറ്റി ഉണ്ടെന്ന് നമ്മൾ ആ 3 മാസം കൊണ്ട് തിരിച്ചറിയും. അത് മറ്റേ ചിട്ടി റോബോട്ടിന്റെ പോലെ ആയിരിക്കും. കാരണം ഒരു കടന്നല്ലോ. അപ്പോൾ പിന്നെ നമുക്ക് അതെ ഇനി എങ്ങനെയെങ്കിലും അതൊന്ന് എഴുതി എടുക്കാനുള്ള ഗ്രൂപ്പ് ഉണ്ടാക്കും. ആ പേരിലൂടെ നമ്മൾ ചിലപ്പോൾ ഊണ് ഉറക്കം വേണ്ട. അതെ അതെ സത്യം. പക്ഷെ ഒരു ആവേശം. അതെ അതെ. ഡൽഹിയിലോട്ടുള്ള ഒരു ഈ ട്രെയിൻ ടു ഡൽഹി എന്ന് പറയുന്ന പോലത്തെ ഒരു സാധനത്തിന് വേണ്ടിയിട്ടുള്ള ഒരു യാത്രയാണ്. മെയിൻ സാധനം ക്ലിയർ ചെയ്ത് ലക്ഷക്കണക്കിന് ആൾക്കാരെ പിന്തള്ളി, ഇനി ആയിരക്കണക്കിന് ആൾക്കാരെ ഫേസ് ചെയ്ത്. അതെ അതെ. അപ്പോൾ നമുക്ക് അങ്ങനെ ആവാം. അപ്പോൾ എല്ലാവരും പ്രിലിംസ് നല്ല അടിപൊളിയായിട്ട് നമ്മൾ ഓൾറെഡി ചെയ്യാനുള്ള വർക്കൊക്കെ ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മളെ തന്നെ സെൽഫ് ഡൗട്ട് ചെയ്യാതിരുന്നാൽ മതി. എക്സാം ഹാളിൽ പോവുക, നമ്മുടെ ഉള്ള കണ്ടന്റ് ഭംഗിയിൽ പ്രസൻറ്റ് ചെയ്യുക, കൂളായിട്ട് എഴുതുക. കൂടുതൽ വറീഡ് ഓവർ തിങ്ക് ചെയ്യൊന്നും വേണ്ട. ഒരു സിമ്പിൾ ലോജിക്കൽ ഒരു സാധാരണ മനുഷ്യൻ ചിന്തിക്കുന്ന പോലെ, കുറച്ച് വിവരമുള്ള ഒരു സാധാരണ മനുഷ്യൻ ചിന്തിക്കുന്ന പോലെ ചിന്തിച്ചിട്ട് ഉത്തരം എഴുതുക. CSAT നല്ലോണം കൊടുക്കുക, വരിക. യു ക്യാൻ ഒരു ബ്രേക്ക് പോലെ വേണമെങ്കിൽ ഒരു ദിവസം എടുത്ത ശേഷം കീയൊക്കെ നോക്കി നേരെ ഇങ്ങോട്ട് പോകുന്നുള്ളൂ. അപ്പോൾ നമുക്ക് മെയിൻസ് ടെസ്റ്റ് സീരീസിന് എന്തായാലും നല്ല അടിപൊളിയായിട്ട് കൂടുതൽ ഉഷാറോടി വർക്ക് ചെയ്യാനുണ്ട്. അപ്പോൾ നമുക്ക് അപ്പം അതെ, നിങ്ങൾക്ക് വേണ്ടിയുള്ള മെയിൻസിന്റെ പണി ഞങ്ങളെന്ന് തുടങ്ങി. അതെ അതെ.